കർത്താവിന്റെ ധന്യനാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ ദൈവസന്നിധിയിൽ വന്ദനം ചൊല്ലുന്നു. നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ ക്ലാസ് ഇന്ന് ഈ സന്ധ്യയിൽ വീണ്ടും ആരംഭിക്കുകയാണ്. കർത്താവിന്റെ തിരുനാമം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളിൽ മഹിമപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഏൻഷ്യന്റ് മിസ്റ്റിസിസം എന്ന ഒരു ടൈറ്റിലാണ് നമ്മുടെ പഠനം പുരോഗമിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളതായ ഒരു ചെറിയ ഐഡിയ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിലായി മറച്ചു വെച്ചിരിക്കുന്ന, രഹസ്യമായി ഗൂഢമായി വെച്ചിരിക്കുന്ന തിരുവെഴുത്തുകളിലെ മനോഹരമായ സത്യങ്ങളിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പോകുന്നത്. എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളെ വരുത്തും. നമ്മൾ വായിച്ച നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്ത വചനത്തിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാൻ ആശിക്കുകയാണ്. എനിക്ക് തോന്നുന്നു the most powerful mystical word in the all Bible, John chapter 17 verse 3, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുന്നത് ഏകസത്യ ദൈവമായ അങ്ങേയും, അതായത് ക്രൈസ്റ്റ് പറയുകയാണ്, പിതാവേ അങ്ങയെ അറിയുന്നത്. അത് ആരിലൂടെ അറിയുകയാണ്? അവിടുന്ന് അയച്ചിരിക്കുന്ന വചനം ജഡമായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം പിതാവെ അങ്ങേ അറിയുന്ന ആ അറിവാണ് നിത്യജീവൻ എന്ന് വിശുദ്ധ ബൈബിളില് നിത്യജീവനെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ വിശദീകരണമാണ്. അവനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നിത്യജീവൻ പ്രാപിപ്പാൻ അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് വാക്യമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നാം ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടുത്തെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയേണ്ടതിന് എഴുതുന്നു എന്നാണ് നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. എന്നാൽ നിത്യജീവൻ എന്താണ് എന്നതിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഡെഫിനിഷനാണ് ഏകസത്യ ദൈവമായ അങ്ങേയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പം അറിയുക എന്ന പദം നമ്മൾ പഠിച്ചത് ഒരു ഭർത്താവ് ഭാര്യയെ അറിയുന്നത് പോലെ, ഒരു ഹസ്ബൻഡ് വൈഫ് അവരുടെ ദേഹദേഹി ആത്മാവിൽ അവര് ഏകശരീരമായി മാറുന്നത് പോലെ ഒരു ഫ്ലഷ്ലി യൂണിയനാണ് വിവാഹത്തിന്റെ കൺസ്യൂമേഷൻ എങ്കിൽ, മഹാദൈവത്തോട് നാം ഒരുമിച്ച് ആ ദൈവവുമായി നാം ഒരു ഡിവൈൻ യൂണിയനിൽ എത്തുന്നതാണ് നിത്യജീവൻ എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അപ്പൊ നിത്യജീവനെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തകളെ വീണ്ടും ഉണർത്തുകയാണ്. നമ്മള് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം, നമ്മൾ പഠനത്തെ തുടങ്ങുകയാണ്. ഈ മിസ്റ്റിസിസം എന്താണ് എന്ന് നമ്മൾ കുറച്ചൊന്ന് പഠിക്കാൻ പോകും. എന്താണ് ഈ മിസ്റ്റിസിസം? മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് വാക്കാണ്, നമുക്കറിയാം. ആ വാക്കിൽ നിന്നാണ് നമുക്ക് മിസ്ട്രീസ് എന്ന പദങ്ങൾ വന്നത്. മിസ്ട്രീസ് അപ്പോസ്തലനായ പൗലോസ്
പലയിടങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു പദമുണ്ട്, ദൈവ മർമ്മങ്ങൾ. ക്രിസ്തു ദൈവത്തിന്റെ മർമ്മമാകുന്നു. ഈ മർമ്മം വലിയത്. അതുപോലെ തന്നെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവഭക്തിയുടെ മർമ്മം. തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നു മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, അതായത് അധർമ്മത്തിന്റെ മർമ്മം. സുവിശേഷം എന്ന മർമ്മം, ആ മർമ്മം ജാതികൾക്ക് വെളിപ്പെട്ടിരുന്നു. ആ മർമ്മം എന്താ? മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന മർമ്മം. ഇങ്ങനെ മിസ്റ്ററീസ്, രഹസ്യങ്ങൾ, ഹീഡൻ ട്രൂത്ത്സ്, മറഞ്ഞിരിക്കുന്നതായ വിലമതിക്കാനാകാത്ത തിരുവെഴുത്തുകളിലെ സത്യങ്ങൾ, ആ രഹസ്യങ്ങളെ അറിയുക. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രഹസ്യം പിതാവിനെ അറിയുക എന്നതാണ്. അറിയുക എന്ന് പറയുമ്പോൾ ഓർത്തോണം, ആസ് എ ഡിവൈൻ യൂണിയൻ. ഡിവൈൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഏകാത്മാവിൽ ഏകമായി മാറുകയാണ്. ഒരിക്കലും പിരിക്കാൻ കഴിയാത്ത നിലയിൽ, ഒരിക്കലും വേർതിരിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവവുമായി നിങ്ങളെയും എന്നെയും ഒന്നാക്കി മാറ്റുകയാണ്. അതാണ് വാസ്തവത്തിൽ മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നതല്ല നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന വിഷയം. ദൈവം ആരെന്നറിയുന്നതല്ല, മറിച്ച് ദൈവത്തെ നാം നമ്മുടെ അനുഭവത്തിൽ അറിയുക. എക്സ്പീരിയൻഷ്യൽ നോളജ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ മിസ്റ്റിസിസത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വച്ചിരിക്കണം. എന്താണ് ഈ മിസ്റ്റിസിസം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്താണ് എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട ഒരു മറുപടി, ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ഓഫ് യൂണിയൻ വിത്ത് ഗോഡ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. അതായത് മിസ്റ്റിസിസത്തിന്റെ ജനറൽ ആയിട്ടുള്ള 1-2 പോയിന്റ്സ് പറയാം. എക്സ്പീരിയൻസ് യൂണിയൻ വിത്ത് ഗോഡ്, അതായത് അനുഭവപൂർവമായ ദൈവത്തോടുള്ള ഒന്നാകൽ, യൂണിയൻ, ഐക്യത, ഏകത. എക്സ്പീരിയൻഷ്യൽ യൂണിയൻ വിത്ത് ഗോഡ്. എന്റെ സഹോദരന്മാരെ, നാം ദൈവത്തെക്കുറിച്ച് പഠിച്ചവരാണ്. നമുക്കറിയാം തിയോളജിക്കലി ദൈവശാസ്ത്രമുണ്ട്, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറത്ത് നമ്മുടെ ആത്മീക ജീവിതത്തെ വ്യതിചലിപ്പിക്കാൻ, ട്രാൻസ്ഫോം ചെയ്യാൻ ഉതകിയിട്ടില്ല. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവശക്തനാണെന്നറിയാം, ദൈവ സർവശക്തനാണെന്നറിയാം, ദൈവ സൃഷ്ടിതാവാന്നറിയാം. ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചവൻ, ആകാശവും ഭൂമി സൃഷ്ടിച്ചവൻ. ഇതൊക്കെയും നമ്മൾ പറയുമ്പോഴും ആ ദൈവം ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കൊച്ചു വിഷയത്തിൽ പോലും ഇടപെടാതിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ആകാശവും ഭൂമിയും ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കിയ ദൈവം നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു ആളിനെ സൗഖ്യമാക്കാതെ ആള് മരിച്ചു പോവുക. ആമേൻ. സകല പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ ദൈവം അവന്റെ മക്കൾക്ക് ഒരു 50,000 രൂപ ആവശ്യം വരുമ്പോൾ 50,000 രൂപ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ക്യാഷ് വേണം, ആ ക്യാഷ് ഇതിന് കിട്ടുന്നില്ല. ആരെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഭയങ്കര അറിവാണ് നമുക്ക്. ഈ അറിവെല്ലാം നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴും നമുക്ക് ദൈവത്തെ അനുഭവത്തിലൂടെ നമ്മൾ അറിയുന്നില്ല. ഇതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വലിയ പരാജയം. ഈ പരാജയത്തിന് ഒരു അറുതി വരുത്താൻ, ഇതിനെ ഒരു എന്നേക്കുമായിട്ടൊരു അറുതി വരുത്താൻ, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ ഈ ചിന്തകൾ നിശ്ചയമായിട്ടും ഉതകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മിസ്റ്റിസിസത്തിന്റെ, നമ്മുടെ ഈ ഡിവൈൻ യൂണിയന്റെ ഈ പഠനത്തിന്റെ കേന്ദ്രീകൃതമായ ചിന്ത, ഒന്ന്, എക്സ്പീരിയൻസ് ഓഫ് യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള അനുഭവപൂർവമായ ബന്ധം. അതായത് നാം ദൈവത്തെ അറിയുന്നത് പോലെ ദൈവം നമ്മെയും അറിയുകയാണ്. സോ നോയിങ് ഗോഡ്, ദൈവത്തെ അറിയുക. ആ അറിയുന്ന അറിവ് മാത്രമല്ല, മറിച്ച് ദൈവവും നമ്മെ അറിയുക. അപ്പം റിലേഷൻഷിപ്പിനകത്ത് 2 ഭാഗമുണ്ട്. നാം ദൈവത്തെ അറിയുന്നു, ദൈവം നമ്മെ അറിയുന്നു. അപ്പൊ ഈ ബന്ധത്തിനകത്ത് 2 വ്യക്തികൾക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഇന്ന് ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ആദ്യ മനുഷ്യനിലേക്ക് ഒന്ന് പോവുകയാണ്. നമ്മൾ അതിനകത്ത് ഒരു രഹസ്യത്തെ പഠിക്കാൻ പോകും. ആദ്യ മനുഷ്യനിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുക. ആദ്യ മനുഷ്യൻ ആദമാണ്.
നമുക്കറിയാം ദൈവം അവനെ തന്റെ ഛായയിലും തന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നിങ്ങൾക്കറിയാമോ ഈ വാസ്തവത്തിൽ എന്തായിരുന്നു ദൈവത്തിന്റെ ഹാർട്ട്? നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാകില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ ആ നറേഷൻ വായിച്ചാൽ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ വാഴുവാനായിട്ട് ആക്കി വെച്ചിരിക്കുന്നു. ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സകലത്തെയും അടക്കി വാഴുവാൻ, ഭൂമിയെ അടക്കി വാഴുവാനായി അവനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ ദൈവം പിന്നെ കൂടുതൽ തന്നോടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അവരോട് പറയുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ രണ്ട് മരങ്ങൾ, രണ്ട് വൃക്ഷങ്ങളെ നമ്മൾ അലിഗോറിക്കലി കാണണ്ടോ, ഉപമാലങ്കാരമായിട്ട് തന്നെ ദർശിക്കണം. നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷം ജീവന്റെ വൃക്ഷമല്ല. ഇവിടെ ജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവൻ, നമ്മുടെ വാക്യം നമ്മൾ മറക്കരുത്. എന്താണ് ആ വാക്യം? ഏക സത്യ ദൈവമായ അങ്ങേയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. എന്താണ് ജീവൻ? സോയെ ലൈഫ് എന്ന് പറയും. സോയെ ലൈഫ്. സോയെ ലൈഫ് മീൻസ് ഗോഡ്സ് കൈൻഡ് ഓഫ് ലൈഫ്. ഗോഡ്സ് കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിതൃപുത്ര പരിശുദ്ധ റൂഹായുടെ നടുവിൽ ആ ഒരു യൂണിറ്റിക്കകത്ത്, ആ കുടുംബത്തിന്റെ അകത്ത്, ആ സന്തോഷത്തിന്റെ അകത്ത്, ഇവരുടെ ഈ യൂണിയന്റെ അകത്ത്, ഇതാണ് നമ്മൾ ആദ്യം, ഈ റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തെ കൂടാതെ ഒരു ബന്ധമില്ല. എല്ലാ ബന്ധങ്ങളുടെയും ഒറിജിനൽ, റിയൽ, ജെന്യൂൻ, ഓതന്റിക് പേഴ്സൺ ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. ഇവരുടെ അകത്തെ ഈ കൊറേസിസിൽ, ഇവരുടെ അകത്തെ ഈ പെരിക്കൊറേസിസിൽ അകത്ത് ബഹിർഗമിച്ചു കൊണ്ടിരിക്കുന്നതായ അനന്തമായ അറിവാണ് ജീവൻ. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. പിതാവിനെ പുത്രൻ അറിഞ്ഞിരുന്നു, പുത്രനെ പരിശുദ്ധ റൂഹെ അറിഞ്ഞിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധം നമുക്ക് ബൈബിളിൽ അതുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകളിലേക്ക് പിന്നെ പോകാം. അപ്പൊ പിതാവിനെ പുത്രന് നന്നായിട്ട് അറിയാം, പുത്രനെ പിതാവിനും അറിയാം, പുത്രനെ പരിശുദ്ധ റൂഹയ്ക്ക് അറിയാം, പരിശുദ്ധ റൂഹയ്ക്ക് പിതാവിനെ അറിയാം. അപ്പൊ ഇവരുടെ അകത്തൊരു അറിവുണ്ട്. അറിവെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാതുള്ള മെന്റൽ അസസ്മെന്റ് അല്ല, നോളജ് അല്ല, മറിച്ച് എന്താണ്? പിതാവിനെ പുത്രൻ അറിയുക എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും ഒന്നായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് ആദിയിൽ ദൈവം 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. It is united with the Father God. That means the Son of God, the Word of God is united with the Father God. So mysticism is not starting from Adam. മനുഷ്യനിലല്ല ഇത് ആരംഭിക്കുന്നത്. മിസ്റ്റിസിസം ആരംഭിക്കുന്നത് പിതാവിലാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ റൂഹായുടെ ബന്ധത്തിനകത്താണ് ഈ മഹത്വമുള്ള രഹസ്യം ആരംഭിക്കുന്നത്. ഈ മഹത്വമുള്ള, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇത് ഒരു മർമ്മമാണ്. ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊരു ഹിഡൻ ട്രൂത്ത് ആണ്. പൗലോസിന്റെ വാക്കുകളിലൂടെ വെളിപ്പെട്ടു വന്ന രഹസ്യങ്ങൾ നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ ക്ലാസ്സുകളിൽ പഠിക്കണം. നമ്മൾ അതിലേക്ക് ഡീപ്പറായിട്ട് ഇറങ്ങിപ്പോകണം. ഒന്ന്, അപ്പൊ ദൈവം ഈ നമ്മൾ ആദ്യം പോകേണ്ടത് പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ, ഇവരുടെ അകത്ത് ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ എന്താണ്? ആ ജീവൻ ഓരോരുത്തർ, അതായത് ഈ അകത്തുള്ള പേഴ്സൺസിന്റെ റിലേഷൻഷിപ്പ്, അതായത് ഇവരുടെ അകത്ത് യൂണിയനാണ്. ഡിവൈൻ യൂണിയൻ ഇൻ ദ ഗോഡ് ഹെഡ്. ദൈവ കുടുംബത്തിനകത്ത്, ഗോഡ് ഹെഡിനകത്ത് ആ യൂണിയനാണ് ലൈഫ്. അതായത് ഏകസത്യ ദൈവത്തെ നാം അറിയുന്നതാണ് നിത്യജീവനെങ്കിൽ ആ പിതാവിനെ പുത്രൻ അറിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവിനെ പുത്രനല്ലാതെ ആരും അറിയുന്നില്ല, പുത്രനെ പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അപ്പം ഇവരുടെ നടുവിൽ ഒരു അറിവുണ്ട്, ഇവരുടെ നടുവിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവരുടെ നടുവിൽ ഒരു അഭേദ്യമായ യൂണിയൻ ഉണ്ട്. നോബഡി ക്യാൻ സെപ്പറേറ്റ് ഇറ്റ്. ഇതിനെ മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. ഇതെല്ലാം ഒന്നായിട്ടിരിക്കുക. ഇങ്ങനെ 3 വ്യക്തികളെ നമുക്ക് ഇങ്ങനെ നിർത്തി. ദേ ആർ വൺ. ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ദേ ആർ വൺ. ഇവർ ഒന്നായിട്ടിരിക്കുന്നു. ഈ ഡിവൈൻ യൂണിയനിൽ ഇവർ ഒന്നായിട്ടിരിക്കുന്നു. ഈ ബന്ധം, ഇതാണ് വാസ്തവത്തിൽ മിസ്റ്റിസിസത്തിന്റെ രഹസ്യം. ഇതാണ് സീക്രട്ട്. ഇതാണ് ഗോഡ് ഹെഡിലെ സീക്രട്ട്. അപ്പൊ ഈ യൂണിയനിലേക്കാണ്
ദൈവം നമ്മെ ക്ഷണിച്ചു. വി ആർ ഇൻവൈറ്റഡ് ടു ദിസ് യൂണിയൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗോസ്പൽ ഒരിക്കലും ദൈവത്തെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതല്ല, മറിച്ച് ദൈവം തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ പുത്രൻ മുഖാന്തരം എന്നെ ആ വീട്ടിലേക്ക് ദത്തെടുക്കുന്ന, എനിക്ക് ദൈവം പുത്രനിലൂടെ തൻ്റെ കുടുംബത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ആ അനുമതി, ആ ഒരു ക്ഷണമാണ് സുവിശേഷം. അപ്പം ഹ്യൂമാനിറ്റി മൊത്തം ദൈവം തൻ്റെ കുടുംബത്തിലേക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിരിക്കുക, ക്ഷണക്കത്ത് കൊടുത്തിരിക്കുക. ദാറ്റ് ഈസ് ഗോസ്പൽ. എന്തിനാണ് ആ ക്ഷണക്കത്ത്? ടു ഡിവൈൻ യൂണിയൻ വിത്ത് ദ ഫാദർ ഗോഡ്. പിതാവ് പുത്രനിലൂടെ ആ കുടുംബത്തിലേക്ക് നമുക്ക് ഒരു ആത്മീയമായ ഒരുമ, കൂട്ടായ്മ, യൂണിയൻ, ഒന്നാകുന്ന അനുഭവത്തിലേക്ക് മനുഷ്യജാതി മാറുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, വാട്ട് ഈസ് ഗോസ്പൽ? Gospel, the message of gospel itself is a mystical message. The truth, the core of the gospel is divine union. Amen. It's not talking about sin, forgiveness of sin, going to heaven, abstraining from hell, deliverance from condemnation. ഇതൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ഗോസ്പലിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുക. യഥാർത്ഥത്തിൽ സുവിശേഷം ദൈവവുമായി ഒന്നായി മാറുവാൻ, ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ, ആ പ്രസൻസിലേക്ക് പ്രവേശിപ്പാൻ, ആ വലിയ സ്വാധീനത്തിലേക്ക് പ്രവേശിപ്പാൻ എനിക്ക് ദൈവം തന്ന ഇൻവിറ്റേഷൻ ആണ് സുവിശേഷം. എൻ്റെ ഉള്ളത്തിലേക്ക് നീ വരണമേ എന്ന് പറയുന്നതല്ല സുവിശേഷം. ദൈവമേ, അങ്ങിലേക്ക് ഞാൻ ലയിച്ചു ചേരട്ടെ, അങ്ങിലേക്ക് ഞാൻ അങ്ങ് വന്നു ചേരട്ടെ എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ സുവിശേഷം. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദമിനെ ദൈവം സൃഷ്ടിച്ച ശേഷം 2 മരങ്ങൾ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നു. ആ മരങ്ങളിൽ ഒന്ന് നന്മ തിന്മയുടെ അറിവ്, ഇത് വിസ്ഡമാണ്, ദ ട്രീ ഓഫ് വിസ്ഡം. രണ്ടാമത്തത് ട്രീ ഓഫ് ലൈഫ്. അവിടുത്തെ ആ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ലൈഫ്. ശ്രദ്ധിക്കണം, ക്രിയേറ്റഡ് ലൈഫ്, അതായത് സൃഷ്ടിക്കപ്പെട്ട ജീവനല്ല. ആ മരത്തിൽ, അതായത് ജീവന്റെ വൃക്ഷത്തിനകത്തുള്ള ജീവൻ, ഇറ്റ് ഈസ് എ അൺക്രിയേറ്റഡ് ലൈഫ്, സൃഷ്ടിക്കപ്പെടാത്ത ജീവൻ. അതായത് ദാറ്റ് ഈസ് എ ലൈഫ് ഫ്രം ഗോഡ്. അപ്പം മനുഷ്യനെ മണ്ണ് കൊണ്ടുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചാക്കി എന്ന് നമ്മൾ സഭാപ്രസംഗിൽ വായിക്കുന്നുണ്ട്. അതായത് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ആത്മാവിനെ നിർമ്മിച്ചാക്കി. എന്നാൽ ദൈവം മനുഷ്യനെ നിർമ്മിച്ചു കൊടുത്ത ഒരാത്മാവ് അവിടെ ഉള്ളപ്പോൾ തന്നെ വാസ്തവത്തിൽ ആ തോട്ടത്തിനകത്ത് ദൈവം രണ്ടാമതുള്ള ഒരു ട്രൂ ഓപ്ഷൻ വെച്ചിരുന്നു. ആ ഓപ്ഷൻ എന്താണ്? നന്മത്തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ജീവന്റെ വൃക്ഷം. ആ ജീവൻ, അതായത് ആ വൃക്ഷത്തിലുള്ള അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ജീവൻ ഒരിക്കലും ക്രിയേറ്റഡ് സ്പിരിറ്റ് അല്ല. ഇത് നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം. ക്രിയേറ്റഡ് സ്പിരിറ്റ് ആൻഡ് അൺക്രിയേറ്റഡ് സ്പിരിറ്റ്. ക്രിയേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മരണത്തിന് അധീനമാണ്. Uncreated spirit is eternal spirit. So God created man to occupy the uncreated life. Uncreated life കർത്താവ് പ്രാപിക്കാതല്ല, ക്രിസ്തു ആ ഒരു ലൈഫ് നമുക്ക് തരാതെ God cannot dwell in us. അപ്പം മിസ്റ്റിക്കൽ യൂണിയൻ ഞാൻ പറഞ്ഞല്ലോ, ഏദനിലെ ആ പഠനത്തിൽ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന ട്രൂത്തിന്റെ കോർ മീനിങ് കിടക്കുന്നത് ഏതല്ല. അപ്പൊ ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടു, ഭൂമിയിലാക്കി, വാഴുവാൻ അധികാരം കൊടുത്തു, രാജ്യം കൊടുത്തു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് അവിടെ അല്ല. ദൈവത്തിന്റെ പർപ്പസ് ഇനിയും കിടക്കുകയാണ്. എന്താ പർപ്പസ്? മനുഷ്യൻ കരങ്ങൾ നീട്ടി, അതായത് കരങ്ങൾ നീട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വയമായി തൻ്റെ ഇഷ്ടത്തോടെ, തൻ്റെ സ്വന്തം ഇച്ഛയോടെ, തൻ്റെ തന്നെ ആഗ്രഹത്തോടെ ജീവന്റെ പങ്കാളിയായി മാറണം. അതായത് ഇത് ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ അകത്ത് ഈ ജീവനെ ബിൽറ്റ് ചെയ്യല്ല. ആദമിനെ സൃഷ്ടിച്ച ആദമിന് തന്നെ ഒരു ചോയ്സിന് അധികാരം കൊടുക്കുക, സെൽഫായിട്ട് ഡിസൈഡ് ചെയ്യാൻ ഒരു അധികാരം കൊടുക്കുകയാണ്. ധൈര്യമായിട്ട് നീ തന്നെ കരം നീട്ടി
നിന്റെ ഇഷ്ടത്തോടെ നീ തന്നെ കൈകളെ നീട്ടി ആ ജീവവൃക്ഷത്തിന്റെ ഫലത്തെ നീ എടുത്ത് നീ പങ്കാളിയാകണം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, നീയായിട്ട് തന്നെ പോയി ഇതിനെ സ്വീകരിക്കണം. ഞാൻ നിനക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് തരികയല്ല, നിന്റെ ചോയ്സ് ആണ്. അപ്പൊ ഞാനൊരു കാര്യം ഒരുമിച്ച് പറയാം. നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന ഈ ചിന്തകൾ, ഇത് നമ്മുടെ ചോയ്സ് ആണ്. എനിക്ക് ജയിക്കണം, എനിക്ക് ദൈവത്തോടൊത്ത് ജീവിക്കണം, അവനെ സാദൃശ്യന്മാരായി എനിക്ക് മാറണം, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് എനിക്ക് ഇനിയുള്ള കാലത്ത് ഭൂമിയിൽ ജീവിക്കണം. വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്ന കഥാപാത്രങ്ങൾ പോയ അവരുടെ ആ പുരാതനമായ പാതയിലൂടെ എനിക്കും സഞ്ചരിച്ച് എനിക്കും ആ ജീവന്റെ പങ്കാളിയായി എൻ്റെ തലമുറയിൽ എനിക്കത് വെളിപ്പെടുത്തണം എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ താല്പര്യമുള്ളവർക്കാണ് ഞാൻ ഇന്ന് ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ ജീവിക്കാം, ഇഷ്ടത്തിന് പോകാം, ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഈ സന്ദേശം അവർക്ക് ഫലവത്താകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ വളരെ റാഡിക്കലായിട്ട് ഐ വാണ്ട് ടു നോ ഗോഡ്, ഐ വാണ്ട് ടു എക്സ്പ്രസ് ദ ട്രൂ നേച്ചർ ഓഫ് ഗോഡ്, എനിക്ക് ദൈവത്തിന്റെ തനതായ സ്വഭാവ സവിശേഷതയെ വെളിപ്പെടുത്തണം എന്ന് ഹൃദയത്തിനകത്ത് അഭിവാഞ്ചയുള്ളവർ, ആ വാഞ്ചയുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കും. അതായത് നീയായിട്ട് തന്നെ പോയി ചോയ്സ് ചെയ്യണം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ക്രിയേറ്റഡ് ലൈഫ്, അൺക്രിയേറ്റഡ് ലൈഫ്. ക്രിയേറ്റഡ് ലൈഫ് ആദമിൽ, അൺക്രിയേറ്റഡ് ലൈഫ് ക്രിയേറ്റഡ് ആകാത്ത, സൃഷ്ടിക്കാത്ത നിത്യജീവൻ, അത് ദൈവത്തിന്റെ ജീവൻ. ആ ജീവൻ ആ വൃക്ഷത്തിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് ഓപ്ഷൻ. ആ ജീവന്റെ പങ്കാളിയായിട്ട് മനുഷ്യൻ മാറുമ്പോൾ എന്താകും? മനുഷ്യൻ ജീവനുള്ള ഏത് ജീവ? സോയെ ലൈഫ്. ആ സോയെ ലൈഫ് എന്താണ്? ഏകസത്യ ദൈവമായ അങ്ങേ. ഞാൻ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഏകസത്യമായ ജോൺ ചാപ്റ്റർ 17:3. ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ആ ജീവൻ പിതാവിനെ പുത്രനിലൂടെ അറിയുന്ന ആ ജീവനാണ് ജീവവൃക്ഷത്തിനകത്തിരിക്കുന്ന അൺക്രിയേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത്. സൃഷ്ടിക്കപ്പെടാത്ത ജീവൻ, എറ്റേണൽ ലൈഫ്. ആ എറ്റേണൽ ലൈഫ് ദൈവം എവിടെ കൊണ്ട് വെച്ചിരിക്കുക? ഏദനിൽ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയപ്പം, പുതിയ നിയമത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. നിത്യജീവനെ കുറിച്ച് നമ്മൾ അവിടെ പഠിച്ചു വരുന്നു. പുതിയ നിയമത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും നമുക്ക് നിത്യജീവനെ കാണാൻ പറ്റും. അപ്പൊ എല്ലായിടത്തും പുതുനിയമത്തിൽ മനുഷ്യജാതിക്ക് ദൈവം നിത്യജീവനെ എന്തുകൊണ്ട് ഓഫർ ചെയ്തു? ഓഫർ ചെയ്യാൻ കാരണം, ഈ നിത്യജീവൻ ആരംഭിച്ചത് യേശുക്രിസ്തുവിലൂടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഈ റെവലേഷൻ ദൈവം ഏദനിൽ, തോട്ടത്തിൽ തന്റെ പുത്രനിലൂടെ വെളിപ്പെടുവാൻ പോകുന്ന നിത്യജീവന്റെ മഹത്വം, തേജസ്സും മഹത്വവും ഇറങ്ങി നിൽക്കുന്ന ഏദൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ആ മനോഹര തോട്ടത്തിനകത്ത് ദൈവം അത് നടുവിൽ പ്രദർശിപ്പിച്ചിരുന്നു. നമുക്ക് തോട്ടത്തിന്റെ നടുവിൽ തോട്ടത്തിന്റെ ഒത്ത നടുവിൽ, ദ സെന്റർ ഫിഗർ എന്ന് പറഞ്ഞാൽ ദ എക്സാക്ട് സെന്റർ റിയാലിറ്റി എന്ന് പറയുന്നത് അൺക്രിയേറ്റഡ് ലൈഫ് ആയിരുന്നു. സോ വി ആർ ഗോയിങ് ബാക്ക്. അപ്പൊ ഏദനിൽ വാഴ്ചയുണ്ട്. വി നോ ഇറ്റ് വെൽ. വി നോ ഇറ്റ് വെൽ. Authority is there, dominion is there, kingdom is there, subduing earth is there, filling this whole earth with the presence of God is there. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അസൈൻമെന്റ്സ് ആണ്. So we don't want to go to the assignments. We have tried our level best to do the assignments, but we failed. But before we enter into the assignment, we need to know the heart of God, the purpose of God. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്ന പ്രിയരെ? വാഴ്ച, അധികാരം, ശുശ്രൂഷ, പ്രവചനം, മിനിസ്ട്രി, ഹീലിംഗ് മിനിസ്ട്രി, preaching, develop the people, changing the people, transforming the city, revival. These all things are going on. These are the assignments. So the assignments has to be founded on identity. Amen. അതായത് അസൈൻമെന്റ് ആരംഭിക്കേണ്ടത് ഐഡിയിലാണ്.
So the identity is based on relationship. എന്താണ് ഐഡന്റിറ്റി? ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ പ്രഭ. അപ്പൊ ദൈവം തമ്പുരാൻ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ, ഞാനിത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം നോക്കിയേ, ഭൂമി മുഴുവൻ. ദിസ് ഈസ് വെരി വെരി important. Listen very carefully. God's heart, God is opening the heart to this school. Creationile ദൈവത്തിന്റെ തുറന്ന ഹൃദയം. This all earth has to be filled with the image and likeness of God. Somebody has to say amen, even though it is mute. Praise the Lord. ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ഗോഡിന്റെ ഹാർട്ട്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ all creations, the all earth has to be filled with the image and likeness of God. What is the meaning? ദൈവത്തിന്റെ സാദൃശ്യമുള്ളവർ, ദൈവത്തെ പോലിരിക്കുന്നവർ, ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നവരെ കൊണ്ട് പ്രപഞ്ചത്തെ നിറയ്ക്കുക. ഇതാണ് അസൈൻമെന്റ്. പ്രപഞ്ചം മൊത്തം എവിടെ നോക്കിയാലും ദൈവത്തെ കാണണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതായത് തന്റെ ചായയിലും തന്റെ സ്വരൂപത്തിലുമുള്ള മനുഷ്യരെ കൊണ്ട് ഭൂമി വരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്യാരക്ടറുള്ള, ദൈവത്തിന്റെ നേച്ചറുള്ള, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തമുള്ള, ദൈവത്തോട് അനുരൂപമായിരിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവ മഹത്വത്തോടെ ചേർന്നിരിക്കുന്ന, മഹോന്നതനായ ദൈവത്തിന്റെ മഹിമയോടെ ചേർന്നിരിക്കുന്ന. Oh, wonderful. The whole earth, can you imagine, brothers and sisters, the whole earth is filled with the image and likeness of God. Wherever the creations are looking, എവിടെയെല്ലാം സൃഷ്ടികൾ നോക്കുന്നു അവിടെയെല്ലാം they can see God. The creations can perceive God because the whole earth is filled with the human being. The human being carries the likeness and image of God. Amen. It's not talking about the figure. It's not talking about the outer layer. It's talking about the inner reality. The image and likeness of God എന്ന് പറയുന്നത് എന്താണ്? ദൈവം ഇങ്ങനെ പുരികമുണ്ട്, ദൈവത്തിന് കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, കൈയുണ്ട്, ചെവിയുണ്ട്, തലയിൽ കുറച്ച് മുടിയുണ്ട്. This is not the image of God. This is not the true image and likeness of God. The true image and likeness of God is our internal, നമ്മുടെ അകമാണ്, നമ്മുടെ ഇന്നർ ബീയിങ് ആണ്. സോ ദ ഇന്നർ ബീയിങ്, ആ ഇന്നർ ബീയിങ്ങില് ദൈവം ചിന്തിക്കുക നമ്മുടെ ചായണം. എന്നിട്ട് തീർന്നില്ല. ഇത് ശ്രദ്ധിക്കുക, ചായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത് കൊണ്ട് തീർന്നോ? I want to tell you one thing. Everybody listen to me. God finished his creation on the 6th day. Not this point. God created everything and finished everything on the 6th day. But God is not completed his creation on 6th day. ദൈവം തന്റെ സൃഷ്ടിയെ പൂർത്തീകരിച്ചു 6ാം ദിവസം. പക്ഷേ that creation was not complete. Can you imagine? Creation was not complete. ഒരു പ്രാവശ്യം കൂടെ, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെല്ലാം പൂർത്തിയായി, finished on the 6th day, and the 7th day God took Sabbath. But that creation is not completed. Creation completed ആകണമെങ്കിൽ the humanity has to choose the uncreated life. Not this point. Uncreated life. Created life ഉം uncreated life ഉണ്ട്. മനുഷ്യൻ uncreated ലൈഫിനെ ചൂസ് ചെയ്യണം. uncreated ലൈഫ് ആണ് സോയ ലൈഫ്. uncreated ലൈഫ് ആണ് നിത്യജീവൻ. uncreated ലൈഫ് ആണ് knowing Father through the Lord Jesus Christ. Amen. പിതാവിനെ പുത്രനിലൂടെ അറിയുന്ന അറിവാണ് നിത്യജീവൻ. അപ്പം ഏദൻ തോട്ടത്തിൽ നാട്ടിയിരുന്ന ആ ജീവവൃക്ഷം, what is that? എന്താണ് ജ്ഞാനം? എന്താണ് ആ വൃക്ഷം? ആ മരം എന്താണ്?
ആ മരത്തിന്റെ പർപ്പസ് എന്താണ്? നോയിങ് ഫാദർ ഗോഡ്, നോയിങ് ഡാഡി ത്രൂ ജീസസ് ക്രൈസ്റ്റ് in an experiential divine union. That is eternal life. That life, that is uncreated life, is planted in the center of that garden. നിങ്ങൾ ശ്രദ്ധിക്കേ, ഒരു ഗാർഡന്റെ സെന്ററിൽ ആ മരം കൊണ്ട് നാട്ടിയെങ്കിൽ വാട്ട് ഇസ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, പ്രത്യേകത മനസ്സിലാക്കുക. സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആ തോട്ടത്തിലെ ഏറ്റവും പ്രോമിനന്റ് പ്ലേസിൽ നിന്നാണ്. ജീസസ് ഏദൻ തോട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ഥലം, മോസ്റ്റ് പ്രയോറിറ്റൈസ്ഡ് പ്ലേസ്. ആ പ്ലേസിൽ കൊണ്ടുവന്ന് ഒരു ജീവന്റെ വൃക്ഷത്തെ കൊണ്ടുവന്ന് നാട്ടിയിരിക്കുക, ജീവവൃക്ഷത്തെ നാട്ടിയിരിക്കുക. അപ്പൊ ആ ജീവവൃക്ഷം എന്താ പറയുന്നത്? അൺക്രിയേറ്റഡ് സ്പിരിറ്റ്. അൺക്രിയേറ്റഡ് സ്പിരിറ്റ് എന്താണ്? സോയ ലൈഫ്. സോയ ലൈഫ് എന്താണ്? നോയിങ് ഡാഡി ഗോഡ്. നിങ്ങൾക്ക് മനസ്സിലാണോ? നോയിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പിതാവിനെ അറിയുക. ആ പിതാവിനെ അറിയുക എന്ന അറിവ് എവിടെ വെച്ചിരിക്കുക? ഏതിൽ വെച്ചിരിക്കുക? അവിടെയാണ് മനുഷ്യൻ തോറ്റുപോയത്. ആദമ പിതാവിനെ അറിയുന്നതിന് മുമ്പെയാണ് പാപം ചെയ്തത്. അറിയുന്നതിന് മുമ്പെയാണ് വീഴ്ച സംഭവിച്ചത്. അപ്പൊ അടുത്ത ചോദ്യം, അറിഞ്ഞാൽ വീഴത്തില്ല? അറിഞ്ഞായിരുന്നെങ്കിൽ ആദം വീഴത്തില്ലായിരുന്നു. ആദമിന്റെ വീഴ്ച പിതാവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. കാരണം അവർ തമ്മിലുള്ള യൂണിയൻ ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ. റിലേഷൻഷിപ്പ് ഈസ് കമ്മിങ് അപ്പ്. പിതാവ് പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ തുടരുകയാണ്. ആ തുടരുന്ന ബന്ധം, ഞാൻ അതിന്റെ ഒരു ചെറിയ ആശയം കൂടെ പറയാം. ഞാനത് മുമ്പ് നമ്മുടെ പഠനങ്ങളിൽ ഒന്ന് പരാമർശിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ ആവർത്തിക്കും. നമുക്കറിയാം, ആദവനെ തോട്ടത്തിൽ വെച്ച് അവൻ തെറ്റിലേക്ക് പോകുന്നു, അവൻ വീണു പോകുന്നു, അവൻ ദൈവത്തിൽ നിന്ന് മറയുന്നു. നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ദൈവം വെയിലാറുന്ന സമയത്ത് ഇറങ്ങി വരുന്നു. വെയിലാറുന്ന സമയം. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നു കൂൾ ഓഫ് ദ ഡേ എന്ന. കൂൾ ഓഫ് ദ ഡേ, കൂൾ ഓഫ് ദ ഡേ. അപ്പൊ കൂൾ എന്നതിന് കൊടുത്തിരിക്കുന്ന പദം റുഹ. ലിസൺ ടു മീ, റുഹ. അപ്പം നമ്മുടെ മലയാള ബൈബിളിൽ വെയിലാറിയപ്പോൾ എന്നാണ്. അവിടെ നമ്മൾ വെയിലാറുക എന്നതിന് കൂൾ, കൂൾ എന്ന് പറഞ്ഞ ഈവനിങ് ടൈം, കൂൾ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദം റുഹ. റുഹ എന്ന് പറഞ്ഞാൽ ആരാണ്? പരിശുദ്ധാത്മാവ്. റുഹ, റുഹ. അപ്പൊ റുഹ ആദ്യമായി വീണ ശേഷം ആദ്യമായി ഏദനിൽ ചലിച്ചു തുടങ്ങിയ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി പരിശുദ്ധാത്മാവ്. അതായത് പിതാവും പുത്രനും വെളിപ്പെടുന്നതിന് മുമ്പ് വീണുപോയ മനുഷ്യകുലത്തെ തേടി ഇറങ്ങിയ the most comforting portion, most loving portion in the Trinity is Ruha. So Ruha was there on the cool of the day. Cool means Ruha. Day means Olam. Olam means time, limited time. ഇനി ഞാനത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ലിമിറ്റഡ് ടൈം എന്ന്, അതായത് ഡേ എന്നതിന് കൊടുത്തിരിക്കുന്നത് ടൈം ആൻഡ് സ്പേസ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഓഫ് എറ്റേണിറ്റി. അതായത് നിത്യതയിൽ നിന്ന് വിട്ടുവന്ന മെറ്റീരിയൽ വേൾഡിലേക്ക് വരുന്ന ഒരു ടൈമാണ് ഈ ഒലാം എന്ന് പറയുന്നത്. കേൾക്കണം എല്ലാവരും. ഒലാം മീൻസ് എ ഫ്രാക്ഷൻ ഓഫ് ടൈം. അതായത് ഈ നിത്യതയുടെ ആ ടൈംലെസ് സ്പേസിൽ നിന്ന് നാം മുറിച്ചെടുത്ത ഒരു പീസ് ടൈം, ഒരു ചെറിയ ടൈം, കുറച്ച് സമയം. അതായത് ലിമിറ്റഡ് ടൈം, പീരീഡ് ഓഫ് ടൈം. അതാണ് അവിടെ ഡേ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പ്രധാനപ്പെട്ട ട്രൂത്ത് ഉണ്ട്. എവറിബഡി ലിസൺ ടു മീ. വാട്ട് ഈസ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ട്രൂത്ത് ഇൻ ദ ഗാർഡൻ ഓഫ് ഏദൻ? ഗാർഡൻ ഓഫ് ഏദൻ was in eternal position. ആമേൻ. ഏദൻ തോട്ടത്തിന്റെ അകത്തെ അറ്റ്മോസ്ഫിയർ എറ്റേണൽ ആയിരുന്നു. Can you say amen? നിത്യത, അതായത് എറ്റേണിറ്റിയുടെ ഒരു
എൻകൗണ്ടർ ആയിരുന്നു ഏദനിൽ. ഏദനിൽ അതായത് ഏദൻ ഭൂമിയിലാണെങ്കിലും അതാണ് പറഞ്ഞത് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഗാങ് എന്ന് പറയുന്നത് ഫെൻസ്ഡ് പ്ലേസ്, അതായത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് മാത്രം ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് ഫെൻസ്ഡ് ആണ്, മറയിട്ട് ഫെൻസ്ഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. അതായത് വേൾഡ് മൊത്തമില്ല. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ലോകം മുഴുവൻ ആവിഷ്കരിക്കേണ്ട ഒരു പദ്ധതിയുടെ ഒരു മിനിയേച്ചറാണ് ഏദൻ. പിടികിട്ടിയോ? ദ ഓൾ വേൾഡ് ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കണമായിരുന്നു. എക്സ്റ്റൻഷൻ മീൻസ് ദൈവം എങ്ങനെയാണോ ഏദനെ സൃഷ്ടിച്ച അതിനെ തന്റെ പുത്രന്മാർ ദൈവത്തിന്റെ ഇമേജ് കൊണ്ട്, ദൈവത്തിന്റെ ലൈക്നെസ് കൊണ്ട്, ആൻഡ് വിത്ത് ദ uncreated life, the sons of God has to extend the garden of Eden to the entire earth. That is a subduing earth. ഭൂമി അടക്കി വാഴുക എന്ന് പറഞ്ഞാൽ എന്താ? ഏദനിൽ ദൈവം സ്ഥാപിച്ച ആ അറ്റ്മോസ്ഫിയർ ഭൂമിയുടെ മുഴുവൻ അറ്റത്തും എത്തിക്കുക. Oh Jesus. Amen. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ആ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം എന്ന ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെ ഹെവൻ ഇരിക്കുന്നോ അങ്ങനെ ഭൂമിയാകണം. അപ്പം ഹെവന്റെ ഒരു സാമ്പിൾ, ഇത് മനസ്സിലാക്കി സ്തോത്രം ചെയ്യണം. ഹെവന്റെ ഒരു സാമ്പിൾ ആണ് ഏദൻ. അപ്പൊ നമ്മൾ ഈ സ്കൂൾ ആരംഭിച്ചത് ഏദനിൽ നഷ്ടമായതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പാത്ത്, we are not following the modern path of Christianity. We are not going after the modern Christian religious path. We are seeking the ancient path. We are finding out the ancient path. Ancient path ഏതാണ്? ഏദനാണ്. ഏദനിലേക്ക് പോകാം. ഏദൻ എന്താണ്? The miniature of heaven. ഒരർത്ഥത്തിൽ പറഞ്ഞ സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ് ഏദൻ. സ്വർഗത്തെ കുറിച്ച് ഒന്ന് മുറിച്ച് ഒരു പീസ് ഹെവനെ മുറിച്ച് ഒരു കേക്ക് പീസ് മുറിക്കുന്ന പോലെ സ്വർഗത്തിന്റെ ഒരു പീസ് എടുത്ത് മുറിച്ച് ഭൂമിയിൽ കൊണ്ട് സ്ഥാപിച്ചാൽ അതാണ് ആക്ച്വലി ഏദൻ. ഇനി കേൾക്കണം, ഏദനിൽ ടൈമില്ല. ലിസൺ ടു മീ. ഏദനിൽ ടൈമില്ല. That's why there's no death. Death and perishing is based on time. Amen. നമ്മളിപ്പം മരിച്ചു പോകുന്ന ആളുകളുടെ പോസ്റ്റർ കാണും, പ്രൊമോട്ടഡ് ടു ഗ്ലോറി, ആദരാഞ്ജലി എന്നൊക്കെ പറയും. അതിന് താഴെ പറയും 79 വയസ്സ്, 80 വയസ്സ്, 85 വയസ്സ്. കേട്ടിട്ടില്ലേ? അപ്പൊ 80 വയസ്സെന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ മീനിങ് 80 വയസ്സ്? 80 വയസ്സെന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ 80 പ്രാവശ്യം ചുറ്റി. അത്രേ ഉള്ളൂ. ഭൂമിയും സൂര്യനും കൂടെ നടത്തിയ ഒരു പണിയാണ് എന്നെ 80 വയസ്സാക്കിയത്, അല്ലാതെ ഞാനായിട്ട് 80 വയസ്സായതല്ല. എറ്റേണൽ ബീയിങ്, നിത്യതയുടെ മഹിമയിൽ ജീവിക്കേണ്ട മനുഷ്യൻ, അതായത് എറ്റേണിറ്റിയുമായി കണക്ട് ചെയ്ത മനുഷ്യൻ വീഴ്ച പറ്റിയപ്പോൾ ഇപ്പോൾ എന്തിന്റെ ടൈമിലായി? നാച്ചുറൽ വേൾഡിന്റെ ഫിനോമിനയ്ക്ക് അനുസരിച്ചാണ് ആദം ഇപ്പൊ മൂവ് ചെയ്തത്. ഭൂമിയും സൂര്യനോട് ചുറ്റിക്കറങ്ങി എനിക്ക് വയസ്സ് ഇപ്പൊ 50 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 80. ടൈമിന്റെ ലിമിറ്റേഷൻ. അപ്പം ഏതെങ്കിലും എന്തില്ല. അപ്പൊ 80 വയസ്സായപ്പോ എന്റെ ശരീരം ഡീക്കേ ആയി, എന്റെ ടൈം തീരാറായി, ഞാൻ മരിച്ചു. ആളുകൾ മരിക്കുക. ടൈമിന്റെ അണ്ടറിലാണ് മരണം. If there is no time, there is no death. Say amen. If you are under time, you will die. If you are dominated by time, you will die. If you are dominated by the ruler sun, you will die. If you are dominated by moon, you will die, because the time in the headquarter, time in the
റെഗുലേറ്റേഴ്സ് സൂര്യനും ചന്ദ്രനുമാണ്. പകൽ വാഴുക, രാത്രി വാഴുക. ഈ പകലും രാത്രിയുള്ള വാഴ്ചയാണ് ടൈം. ഏദനിൽ ടൈമില്ല. കാരണം ഏദൻ വാസ് എ പീസ് ഓഫ് ഹെവൻലി ലാൻഡ്. സ്വർഗപുരിയുടെ ഒരു പീസാണ് ഏദൻ. ആ ഏദനിൽ മരണമില്ല, നശീകരണമില്ല, ഡീക്കേ ഇല്ല. ആ അറ്റ്മോസ്ഫിയറിൽ ദൈവത്തിന്റെ 2 പുത്രന്മാർ, ദൈവത്തിന്റെ 2 മക്കൾ സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ താമസിക്കുകയാണ് ഏദനിൽ. എന്തിനാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്? നമ്മൾ പഠിക്കുന്ന പോലെ God wants to have a union with human being, and humanity has to an experiential union with God. സത്യത്തിൽ ആദാമും ഹവ്വയും ഒരു മിസ്റ്റിക്കൽ യൂണിയനിലേക്ക് പോകാൻ സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ദൈവം അവരോടുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരികയായിരുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പോവാ. ആദമും ഹവ്വയും ദൈവവുമായിട്ടുള്ള ആ ഡീപ്പർ ആൻഡ് ഡീപ്പർ മിസ്റ്റിക്കൽ എക്സ്പീരിയൻഷ്യൽ നോളജിൽ വന്നിരുന്നു എങ്കിൽ മനുഷ്യജാതിക്ക് വീഴ്ച സംഭവിക്കുകയില്ലായിരുന്നു. ആമേൻ. കാരണം ഔട്ടറിൽ ഓഫർ ചെയ്യുന്ന നോളജിന്റെ 1000 കോടി മടങ്ങ് നോളജ് ഈ മഹാപിതാവിനോടുകൂടെയുള്ള ഒന്നാകലിൽ മനുഷ്യന്റെ ഉള്ളിലേക്ക് കൈമാറ്റപ്പെടുമായിരുന്നു. ആമേൻ. This has happened. ഞാൻ നേരത്തെ പറയാം, ജീവന്റെ വൃക്ഷഫലം എന്ന് പറഞ്ഞാൽ അൺക്രിയേറ്റഡ് ലൈഫ്. ഇത് നോട്ട് ചെയ്യണം. അൺക്രിയേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ സോയെ ലൈഫ്. സോയെ ലൈഫ് എന്ന് പറഞ്ഞാൽ എറ്റേണൽ ലൈഫ്. എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നോയിങ് ഡാഡി ഗോഡ് എക്സ്പീരിയൻഷ്യലി. ആദം and Eve has to know God. പിതാവിനെ അറിയുന്ന അറിവിലേക്ക്, ആ ഒരു ഡിവൈൻ യൂണിയനിലേക്ക് മനുഷ്യജാതി എൻ്റർ ആകണം. സോ ഗോഡ് വാണ്ട്സ് ടു ഡ്വെൽ ഇൻ ദ ഹ്യൂമൻ ബീങ്. മനുഷ്യനിൽ അവൻ വസിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും കൂടെ ചേർന്ന് ഇങ്ങനെ വസിക്കണം. ദാറ്റ് വാസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദാറ്റ് വാസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. പക്ഷെ എന്ത് പറ്റി? ആ ഒരു മഹത്വത്തിൽ എത്തുന്നതിന് മുമ്പ് മനുഷ്യന് സംഭവിക്കുക, മനുഷ്യന് വീഴ്ച സംഭവിക്കുക. മനുഷ്യന്റെ വീഴ്ച എവിടെ വരെ എത്തി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വീഴുമ്പോൾ ദൈവം അവരെ തേടി വരുന്നു. ഞാൻ കുറച്ചും കൂടെ വരുന്ന സമയം നോക്കിയേ. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് കുറച്ച് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഏദൻ വാസ് ദ പ്ലേസ് ഓഫ് എറ്റേണിറ്റി. ദാറ്റ് മീൻസ് ഏദൻ ഭൂമിയും ഹെവനും കൂടെ മേർജ് ചെയ്തിരുന്ന സ്ഥലമാണ്. Can you imagine that, brothers? നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. സ്വർഗവും ഭൂമിയും കൂടി ഇങ്ങനെ മേർജ് നീക്കുക. അതായത് നമ്മൾ ഈ മേഘം ഇറങ്ങി നിൽക്കുന്ന പോലെ സ്വർഗവും ഭൂമിയും കൂടി ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത സ്ഥലമായിരുന്നു ഏദൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് ഇല്ലായിരുന്നു. ഗേറ്റ് ഇല്ലാത്ത ഇടത്ത് പോർട്ടലാണ്. ഒന്നുകൂടെ പറയാം, ഞാനത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗേറ്റ് എന്ന് പറയുന്നത് അടയ്ക്കാനും തുറക്കാനുമുള്ള സ്ഥലമാണ്. പോർട്ടൽ എന്ന് പറഞ്ഞാൽ there is no gate. It is opened forever. Portal is an expansion, is an opened space. So Eden was under the portal of heaven. എന്ന് പറഞ്ഞാൽ heaven ഭൂമിയോട് കൂടെ സംയോജിക്കപ്പെടുന്ന, സംഗമിക്കുന്ന സ്ഥലമാണ് ഏത്? ദാറ്റ് ഈസ് മാരേജ്. ഓ, എന്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ഐ നോ യു ആർ സൈലന്റ് ജസ്റ്റ് ലൈക്ക് ഗോഡ്. ആരും അൺമ്യൂട്ട് ചെയ്യണ്ട, ബട്ട് ഐ ക്യാൻ സീ യു.
ആദ്യത്തെ മാരേജ് എവിടെ നടന്നറിയുമോ? ബിഫോർ ആദം ആൻഡ് ഈവ് മാരീഡ്. ഞാൻ പറയാം, അതെ, ശ്രദ്ധിക്കാം. ഈ ഹവ്വായെ എവിടുന്ന് എടുത്തേ? ഹവ്വായെ എടുത്തത് ആദമിൽ നിന്നാണ്. ആദാമിൽ നിന്ന് വന്നതിനു മാത്രമേ ആദാമിന്റെ വൈഫാകാൻ പറ്റൂ. ഒന്നുകൂടെ പറയാം. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിച്ച് അതിനെ വീണ്ടും ഒന്നാക്കി തീർക്കുന്നതിന്റെ പേരാണ് മാരേജ്. ഓക്കെ? ഇൻവിസിബിൾ വേൾഡിൽ നിന്നാണ് വിസിബിൾ വേൾഡിനെ വേർതിരിച്ചത്. അദർശ്യ ലോകത്തിൽ നിന്ന് ദൃശ്യലോകത്തെ വേർതിരിച്ചു. മാരേജ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ കൂടാരം ഏദനിൽ അടിച്ചു, ഇവർ തമ്മിൽ ഒന്നാക്കാൻ. അതായത് ഈ വേർതിരിക്കപ്പെട്ട ഭൂമിയും ഇൻവിസിബിൾ വേൾഡും തമ്മിലുള്ള ബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന നടപടിയാണ് ഏദൻ തോട്ടം. But unfortunately it failed. But before God closed his book in the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം തന്റെ പുസ്തകത്തിന് ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏദനിലെ ദൈവ പദ്ധതിയെ വെളിപ്പാടിൽ ദൈവം 21 പൂർത്തീകരിച്ചു. എങ്ങനെ? പുത്തൻ യെരൂശലേം, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ച കണ്ടു. ആ നഗരം കാണാൻ ആഗ്രഹിച്ച യോഹന്നാൻ പറയുക, മണവാട്ടി ഇറങ്ങി വരികയാണ്. അപ്പൊ സ്വർഗമാണ് മണവാട്ടി. ഭൂമിയെ വേളി കഴിക്കാൻ സ്വർഗം ഇറങ്ങി വരികയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഏദനിൽ അത് നടന്നില്ല, വെളിപ്പാടിൽ അത് നടന്നു. ഇതാ മാരേജ് എന്ന് പറയുന്നത്. അതായത് ഈ അദൃശ്യ ലോകത്തിൽ നിന്ന് വേർതിരിച്ച ഭൂമിയെ വീണ്ടും ആ അദൃശ്യ ലോകത്തോടെ കണക്ട് ചെയ്യാണ്. ദിസ് ഈസ് എ മാരേജ്, ദിസ് ഈസ് എ കൺസ്യൂമേഷൻ ചെയ്യുക. ഭൂമിയും സ്വർഗവും ഒന്നാകുക. പൗലോസിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. കാണുന്ന ലോകത്ത്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് വീണ്ടും ക്രിസ്തുവേശുവിൽ ഒന്നാക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. Can you imagine, brothers? Oh, hallelujah. Oh, ദൃശ്യലോകവും അദൃശ്യലോകത്തെയും ഇതിന്റെ മിനിച്ചറാണ് ഏതൻ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഇമാജിനേഷൻ കൊണ്ട് നിങ്ങളുടെ വീട് ആദ്യത്തെ ദൈവത്തിന്റെ മിനിച്ചറായി മാറാൻ പോവുക. ഈ ഹെവന്റെ ഒരു മിനിച്ചറായി മാറുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ മുറി സ്വർഗത്തിന്റെ പോർട്ടൽ ഓപ്പൺ ആകുമെന്ന് വിശ്വസിക്കുക. നിന്റെ മുറിക്കകത്ത് ദൈവം ഡയറക്റ്റ് വന്ന് ഇറങ്ങുന്ന പ്ലേസ് ആകുമെന്ന് വിശ്വസിക്കുക. നിന്റെ ധ്യാന മുറി സ്വർഗം വന്ന് വിസിറ്റേഷൻ നടത്തുന്ന ഇടമാകുമെന്ന് വിശ്വസിക്കുക. നിന്റെ പ്രാർത്ഥന മുറി നീ 2-3 കസേരയും കൂടെ ഇട്ടിവിടണം പ്രാർത്ഥിക്കാൻ. ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ ഒന്ന് ഇരിക്കാൻ ഇടം കൊടുക്കണം. ഇതൊരു പ്രവചന ശബ്ദം പോലെ സ്വീകരിച്ചു. പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നാൽ കമോൺ യു മേ ബി സീറ്റഡ് സർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു സ്വീകരണ മുറിയായി നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ മാറുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ പഠനങ്ങളൊന്നും നിങ്ങളുടെ ബുദ്ധിയെ വളർത്താനല്ല, നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവസത്യത്തെ പുറത്തെടുക്കാനാണ്. ഞാൻ ഈ പറയുന്നതൊന്നും പുതിയതല്ല. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധാത്മാവ് റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങളുടെ അകത്ത് റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങളുടെ അകത്ത് രഹസ്യമായി ഹിഡനായി കിടക്കുന്ന സത്യത്തെ നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഏതാണ്? ദാറ്റ് ഈസ് ദ മാരേജ്. അതാ മാരേജ്. ഭൂമിയും സ്വർഗവും തമ്മിലുള്ള മാരേജ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇറങ്ങി വരുന്നതല്ല. പുത്തൻ യെരൂശലേം മണവാട്ടിയെ കാട്ടിത്തരാൻ പറഞ്ഞപ്പോൾ എന്താ കാട്ടിക്കൊടുത്തേ? നിങ്ങൾ പറ. വെളിപ്പാട് പുസ്തകത്തിൽ അവൻ എന്നെ ഒരു ഉയർന്നോരു മലയിൽ കൊണ്ടുപോയി കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ കാട്ടിത്താ എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാട്ടി? ഒരു ഭയങ്കര നഗരം, പുത്തൻ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും.
he saw a city. He saw a city. Say amen. City. Not bride, city. City, city, city. That is a heavenly city. Heavenly city. ഭൂമിയെ വേളിയടിക്കാൻ വരിക. കാന്തൻ വരാറായി, നാം പോകാറായി എന്ന് പ്രത്യാശയുടെ പാട്ടുരുവിടുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം, സ്വർഗം ഭൂമിയെ വന്ന് വേളി കഴിക്കുന്ന ദിവസമാണ് നമ്മുടെ സ്വപ്നം. സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്ന ദൈവ പദ്ധതി, സ്വർഗം ഭൂമിയിൽ എന്നതാണ് ദൈവത്തിന്റെ കൺസ്യൂമേഷൻ. അതാണ് ഏതന്റെ പർപ്പസ്. നിങ്ങൾ ഞാൻ ഐ ആം നോട്ട് ടെല്ലിങ് യു ആർ നോട്ട് ഓർഡിനറി പീപ്പിൾ, യു ആർ നോട്ട് ഓർഡിനറി ബിലീവേഴ്സ്, യു ആർ നോട്ട് ഓർഡിനറി മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. I'm predicting you, I'm prophesying you in the mighty name of Jesus. You are a different people of God, different ministers of God with a different vision to prove the true Christianity in this generation. ഈ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട വീരന്മാരാണ് നിങ്ങൾ. You are not an ordinary believers. ഒരു അസാധാരണ വ്യക്തിക്ക് മാത്രമേ ഈ ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റൂ. ഇത് പരിശുദ്ധാത്മാവിന്റെ പാഠശാലയാണ്. ഇത് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായുടെ പാഠശാലയാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ദൈവദൂത സഞ്ചയമുണ്ട്. എന്നെ സഹായിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. പിതാവിന്റെ അസിസ്റ്റൻസ് ഉണ്ട്. ഹോളി സ്പിരിറ്റിന്റെ കംഫർട്ടിംഗ് ഉണ്ട്, അസിസ്റ്റിംഗ് ഉണ്ട്. God is rising a powerful generation. Oh, you see, he's not talking about church planting. He's not talking about the growing of the church. He's not talking about evangelization. He's not talking about winning souls. He's talking about casting out demons. He's not talking about healing the sick. He's talking about bringing heaven back to earth. Oh, Jesus. സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അതിന് വഴിയാ ഞാൻ പറഞ്ഞുതരാൻ വന്നത്. അതിന്റെ വഴിയാ മിസ്റ്റിസിസം. Mysticism is not another theology. Mysticism is the only way to bring heaven back to earth. ദൈവവും അവന്റെ മക്കളും ഒന്നായിരിക്കുന്നിടത്തല്ലേ സ്വർഗം ചലിക്കത്തുള്ളൂ. അവിടെയല്ലേ സ്വർഗം സ്ഥാപിതമാകത്തുള്ളൂ. There is a place where God is establishing the heavenly realm. I want to tell you one thing in between. നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും ദൈവമേ എന്നെ ഒരു മിറാക്കിൾ മിനിസ്റ്റർ ആക്കണേന്നാവരുത്. Do not pray. എന്നെ ഒരു ഹീലിംഗ് മിനിസ്റ്റർ ആക്കണമേ, എനിക്ക് മിറാക്കിൾ മിനിസ്റ്റർ തരണം. ഡു നോട്ട് പ്രേ ബ്രദേഴ്സ്. ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയാവരുത്. ഡോണ്ട് പ്രേ. പ്രേ വൺ തിങ്. ഐ വാണ്ട് യു ഗോഡ്. ഓരോ പ്രാവശ്യം മുട്ടുമടക്കുമ്പോഴും രണ്ട് കണ്ണുകളും നിറഞ്ഞ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പിതാവിനെ നോക്കിയിട്ട് പറയണം, ഫാദർ ഐ വാണ്ട് യു. I want you. എനിക്ക് നിന്നെയാ വേണ്ടത്. I'm not seeking nine gifts of the Holy Spirit. I'm not talking wonderful ministry. I'm not talking signs and wonders. I'm not talking healing ministry. I'm not talking ministry. I'm not talking church growth. I am seeking you. I want you. ഈ ട്രൂത്ത് ക്രൈസ്റ്റ് ഒരിക്കൽ തന്റെ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തപ്പോ പറഞ്ഞായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അവൻ തന്നോട് കൂടെ ഇരിപ്പാനും. ഓ, ഐ ലവ് ദാറ്റ് വേർഡ്. തന്നോട് കൂടെ ഇരിക്കാനാണ് അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത്. തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കേണ്ടതിനും പന്തിരി വരെ നിയമിച്ചു. The apostles want to be with Jesus. Mystical saints, I want to ask you one thing. Take away all your prayer matters away. നിങ്ങളുടെ പ്രാർത്ഥനാ ബുക്ക് എടുത്ത് മാറ്റി വെക്കുക. നിങ്ങളുടെ പ്രയർ ലിസ്റ്റ് മാറ്റി വെക്കുക. വചനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാമോ വാക്യം? മോസ്റ്റ് പവർഫുൾ വേർഡ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. You celebrate and
joyful with the Lord only. That's all. Finished. Enjoy God. നീ വാ കൊണ്ട് പറയാത്ത നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരും അറിയാതെ മറച്ചു വെച്ചേക്കുന്നത് അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും, നിനക്ക് പരസ്യമായിട്ട് തരും. Why you are worrying about your prayer matters? രസിക്കുക. Enjoy God. So I want to bring you to ഏതനിലേക്ക് നമുക്കൊന്ന് പോകാം. ഹെവനും ഭൂമിയും ഒന്നായിരിക്കുന്ന സ്ഥലം. ഇത് നിങ്ങൾ മറക്കരുത് ഒരിക്കലും. ദൈവവും അവന്റെ മക്കളും ഒരുമിച്ച്. അതുകൊണ്ടാണ് വെയിലാറുന്ന സമയം എന്ന് പറയുമ്പോൾ കൂൾ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ടൈമിൽ, ഒരു സ്പെസിഫിക് ടൈമിൽ റൂഹ തോട്ടത്തിലെത്തി. ഫാദർ ഇസ് ദേർ, സൺ ഇസ് ദേർ, ദ ഹോളി സ്പിരിറ്റ് ഇസ് ദേർ, എവരിബഡി ഇസ് ദേർ. റൂഹ എത്തുക തോട്ടത്തിൽ. റൂഹ തോട്ടത്തിലെത്തിയിട്ട് നമുക്ക് കാണുന്നത്, ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദം, വേർ ആർ യു? വേർ ആർ യു എന്ന മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഇരിക്കുന്ന വേർ ആർ യു, എവിടെയാണെന്ന് മലയാളത്തിൽ. ആദാം നീ എങ്കെ, അല്ലെങ്കിൽ എവിടെയാണ് എന്ന് ചോദിക്കുക. പക്ഷെ അതിന് കൊടുത്തിരിക്കുന്ന ഒറിജിനൽ ഹീബ്രുവില് അലിയാഖ, അലിയാഖ, അലിയാഖ എന്ന് പറയുന്ന വാക്കിന് അലിയാഖ, ALYAKH, അലിയാഖ is not a question. It's not a question. നമുക്കറിയാം ബൈബിളില് ഒരു പുസ്തകമുണ്ട്, യെശയ്യാവ്, ഇരമ്യാവ്, വിലാപങ്ങൾ. ഇംഗ്ലീഷിൽ അതിന്റെ ലെമന്റേഷൻ എന്ന് പറഞ്ഞ ലെമന്റേഷൻ. ഈ വിലാപങ്ങൾ എന്ന പുസ്തകത്തിന്റെ ഹീബ്രു നാമമാണ് അലിയഖ. വിലാപങ്ങൾ എന്നതിന്റെ ഹീബ്രു വാക്ക് അലിയഖ. അപ്പം ആദം അലിയഖ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ട്രാൻസ്ലേഷൻ അല്ല വാസ്തവത്തിൽ. ആദമേ എന്ന് വിളിച്ചിട്ട് ദൈവം വിലപിക്കുന്ന ശബ്ദമാണത്. ദൈവത്തിന്റെ വിലാപമാണത്. പിതാവിന്റെ കരച്ചിലാണത്. വാസ്തവത്തിൽ അതിന്റെ പാരഫ്രൈസ് ഇങ്ങനെയാണ്: ആകെയുള്ള മകനെ നഷ്ടപ്പെട്ടു പോകുന്ന അപ്പനും അമ്മയും കാണാതെ പോന മകനെ തേടി അലഞ്ഞ് നിലവിളിക്കുന്ന നിലവിളിയുടെ പേരാണ് അലിയഖ. അങ്ങനെങ്കിൽ ഏദനിൽ മാനവജാതിയെ നഷ്ടപ്പെട്ട ദേവാദി ദൈവത്തിന്റെ നിലവിളിയാണ് നീ എവിടെയാണെന്ന ചോദ്യത്തിൽ. അതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കി? So what is the sign? What is the truth behind that garden? The garden was not a place of prayers, not the place of worship, not place of doing some religious rituals. That's a place of relationship. But Christianity, relationshipil ninnu ലീഗാലിറ്റിയിലേക്ക് പോയത് കൊണ്ടാണ് മിസ്റ്റിസിസം എന്ന പദം നമ്മുടെ സഭകളിൽ കേൾക്കാൻ പോലുമില്ല. ആമേൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഈ ഒന്നുകൂടെ പറയാം. ഹൂ ഈസ് അവർ ഗോഡ്? ദാറ്റ്സ് എ പ്രോബ്ലം. ഇവിടെ നമ്മൾ ദൈവം ആരെന്ന് അറിഞ്ഞിട്ട് 2-3 മിനിറ്റ് അത് ചിന്തിക്കും. ഹൂ ഈസ് അവർ ഗോഡ്? എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഇനി എന്ത് ചിന്തിച്ചാലും ദൈവത്തെക്കുറിച്ച് നമുക്ക് ക്ലിയർ പിക്ചർ വന്നില്ലെങ്കിൽ നമ്മുടെ തിയോളജി വെറും പുസ്തകത്തിലെ നോട്ട്ബുക്കിനകത്തെ നോട്ട്സ് മാത്രമാണ്. ഞാൻ ഈ പറയുന്ന എല്ലാ പോയിന്റ്സും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും. നിങ്ങൾക്കത് വെറും നോട്ടായിരിക്കും. പക്ഷെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഒരു യഥാർത്ഥ അറിവ് നിങ്ങൾ പ്രാപിച്ചാൽ, ട്രൂ മീനിങ്, ട്രൂ റിയാലിറ്റി അബൌട്ട് ഗോഡ്, നമ്മൾ പറയുന്ന മൊത്തം തിയോളജിക്കൽ ട്രൂത്ത്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 2 പ്രധാന വ്യൂ ആണ് ദൈവത്തെക്കുറിച്ചുള്ളത്. ഒന്ന്, ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള majority of the people, majority of Christians believes that God is the God of judge. Even though we are believing that God is our father, ദൈവം നമ്മുടെ അപ്പനാണ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ ഇഷ്ടം അവൻ ന്യായാധിപതിയാണ്. പാപം ചെയ്തവനെ വെറുതെ വിടൂല, പാപത്തെ ശിക്ഷിക്കുന്ന, തെറ്റുകാരനെ വെറുതെ വിടാത്ത ന്യായാധിപതി. അതായത് സിംഹാസനത്തിൽ ഇരുന്ന് തനിക്കിഷ്ടമുള്ളതൊക്കെ നടത്തുന്ന ഒരു ഏകാധിപതിയുടെ ചിത്രമാണ്
ബഹുഭൂരിപക്ഷം ക്രിസ്തീയ മക്കളുടെ ഹൃദയത്തിലുള്ളത്. ഇന്നെ കേട്ടോണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗ് തീർക്കുന്നതിന് മുമ്പ് അത് ഡിലീറ്റ് ചെയ്തേക്കണം. ഡിലീറ്റ് ദാറ്റ് പിക്ചർ ഫോർ എവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ്, ഇവര് 3 പേരും ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിന്റെ പിക്ചറാണ് നിങ്ങളുടെ കണ്ണിൽ ഇനി നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ദൈവം ഏതോ ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ന്യായം വിധിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ചിത്രമല്ല. പുത്രനെ സ്നേഹിക്കുന്ന അപ്പൻ, അപ്പനെ സ്നേഹിക്കുന്ന പുത്രൻ, ആത്മാവിനെ സ്നേഹിക്കുന്ന പിതാവ്, പിതാവിനെ സ്നേഹിക്കുന്ന ആത്മാവ്, ഇങ്ങനെ കറങ്ങി ഈ സർക്കിൾ പോലെ ഒരു ഡിവൈൻ ഡാൻസ്. ആദിമ സഭാ പിതാക്കന്മാർ അതിനെ വിളിച്ചു ഡിവൈൻ ഡാൻസ്, പെരിക്കൊറേസിസ്. Don't forget that word, perichoresis. Perichoresis means circle dance. നമ്മളിങ്ങനെ 3 പേര് കൈ പിടിച്ച് ഇങ്ങനെ കറങ്ങുന്ന പോലെ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ദാറ്റ് ഇസ് എ എറ്റേണൽ ഡാൻസ്. അവരിങ്ങനെ ബോർ അടിച്ചിരിക്കും. Heaven is not a boring place because our God is not a boring God. Heaven is the most, എല്ലാ ദിവസവും ദീപാവലിയുള്ള സ്ഥലമാണ് ഹെവൻ. എല്ലാ ദിവസവും വെടിക്കെട്ട, എല്ലാ ദിവസവും പൂത്തിരിയും, എല്ലാ ദിവസവും സെലിബ്രേഷനും, എവറി ഡേ സെലിബ്രേഷൻ, exuberant joy. Most festivated place in the world is heaven. ഏറ്റവും ഉത്സാഹവും ഉല്ലാസവും ഉത്സവവുമുള്ള സ്ഥലമാണ് ഹെവൻ. ഹെവന്റെ ജോയ് ആണ് ജോയ്. അവരിങ്ങനെ ബോർ അടിച്ചിരിക്കല്ല, they're joyful. ആ റിലേഷൻഷിപ്പ് ഉള്ള ദൈവത്തെ നമ്മൾ അറിയണ്ട. അവിടെ മാത്രമേ നമ്മൾ ഈ യൂണിയന്റെ അർത്ഥമുള്ളൂ. ഐ ലവ് യു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ബന്ധത്തിൽ മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. യൂണിറ്റി ഹാസ് ടു ബി occurred in the revelation about God in relationship. ബന്ധത്തിൽ അധിഷ്ഠിതമായ ദൈവത്തെ, God is a relationship, or God itself is a relationship. ശ്രദ്ധിക്കേ, നീ ഒരു ഉദാഹരണം പറയാം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. വാട്ട് അബൌട്ട് ഗോഡ്? ഗോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗോഡ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ പോകേണ്ടത് ഫാദറും വേണം, സണ്ണും വേണം, ഹോളി സ്പിരിറ്റും വേണം. 3 പേഴ്സണാലിറ്റിയുടെ ഒരുമ, റിലേഷണൽ യൂണിറ്റിയാണ്. റിലേഷണൽ യൂണിറ്റി ഓഫ് ദ 3 persons, ദാറ്റ് ഈസ് ഗോഡ്. ദൈവം എന്ന് കേട്ടാൽ ഉടനെ ഈ 3 പേരുടെ ബന്ധം ഓർമ്മ വരണം. But I want to tell you one thing, and this is a nuggets for the mystical saints. ഞാൻ നിങ്ങളെല്ലാം മിസ്റ്റിക്കൽ സെയിൻസ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങളെല്ലാം വിശുദ്ധന്മാർ തന്നെ വിളിക്കും. ഹലോ സെയിൻസ്. Now when we say God, there's a humanity inside of that God. ഇന്ന് ദൈവം എന്ന് വിളിക്കുന്നെങ്കിൽ ആ ദൈവത്തിനകത്തൊരു മനുഷ്യനുണ്ട്. ഇന്ന് മനുഷ്യനില്ലാത്തൊരു ദൈവം ഇല്ല. ഇന്ന് മനുഷ്യനെ കൂടാതെ ദൈവം ഇല്ല. ദൈവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാളുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, മനുഷ്യനായ യേശുക്രിസ്തു. മനുഷ്യനായ യേശുക്രിസ്തുവിനെ ഈ ഗോഡ് ഹെഡിനകത്ത് വെച്ചിട്ടാണ് ഇന്ന് ഗോഡ് മൂവ് ചെയ്യുന്നത്. That means when I say amen, I have somebody is there in the Godhead to know me. എന്നെ യുണൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ ഹെവനിൽ ഉണ്ടെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ടുഡേ മിസ്റ്റിസിസം വെരി ഈസിയാണ്. ഏലിയാവിന് അത്രയും കഷ്ടപ്പെടേണ്ട, എലീശിന് അത്രയും കഷ്ടപ്പെടേണ്ട, അബ്രഹാമിന്റെ അത്രയും അലയണ്ട, യാക്കോബിന്റെ അത്രയും ഓടണ്ട, മോശയുടെ അത്രയും മരുഭൂമി പോകണ്ട. ഇന്ന് ചില നിമിഷങ്ങൾ കൊണ്ട്, ചില മിനിറ്റുകൾ കൊണ്ട്, ചില മണിക്കൂറുകൾ കൊണ്ട്, ചില ദിവസങ്ങൾ കൊണ്ട് ഈ ഡിവൈൻ ദൈവവുമായിട്ട് യുണൈറ്റഡ് ആകാൻ നിങ്ങൾക്ക് ഈസിയാണ്. ബിക്കോസ് നമ്മുടെ ഒരാൾ, ഒരു കണക്ടർ, നമ്മുടെ റെപ്രസെന്റേറ്റീവ്, ഹ്യൂമാനിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ഇന്ന് ഗോഡ് ഹെഡിലുണ്ട്. ഐ വാണ്ട് ടു ടെൽ യു വൺ തിങ്.
Even today, God itself is a mystic God. Oh, can you imagine? God itself is a mystic God. Jesus പറയാ, ഞാൻ പിതാവേ നിന്നിലും നീ എന്നിലും അവർ എന്നിലും ഞാൻ അവരിലും. എന്തോ ബന്ധമെന്ന് എനിക്ക് അറിയത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ നൂഡിൽ റിലേഷൻഷിപ്പ്. ന്യൂഡിൽസ് പോലെ. പിതാവ് പുത്രനിൽ, പുത്രൻ പിതാവിൽ, ഞാൻ പുത്രനിൽ, പുത്രൻ എന്നിൽ. ആകെപ്പാടെ കുഴഞ്ഞ ഒരു പരുതി കിടക്കുക എന്ന് പറഞ്ഞാൽ നോബഡി ഇതിന്റെ എൻഡും അറിയത്തില്ല, ഇതിന്റെ തുടക്കം അറിയത്തില്ല. ദിസ് ഈസ് മിസ്റ്റിസിസം. Christianity itself is a mysticism, sir. This is not a new subject. This is a forgotten subject. This is a forgotten subject by a modern Christian religion. ആധുനിക ക്രൈസ്തവ സമൂഹം അടർത്തി എറിഞ്ഞ അതിമഹത്തായ വിലമതിക്കാനാകാത്ത നിക്ഷേപമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ആദിമ സഭാപിതാക്കന്മാർ ഡിസ്കസ് ചെയ്തത്. ഇതായിരുന്നു അവരുടെ പഠനമുറിയിൽ, അവർ ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ച് ഇതായിരുന്നു അവർ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. യൂണിയൻ വിത്ത് ഗോഡ്. നമുക്കത് പിന്നെ പോകാം. ശ്രദ്ധിക്കുക, ഏതാണ് ആദം? റിലേഷൻ വിത്ത് ഗോഡ്. ഇനി നോക്കിയേ, ഈ ആദം എന്തായിരുന്നു ചെയ്യേണ്ടത്? അൺക്രിയേറ്റഡ് സ്പിരിറ്റ്, അൺക്രിയേറ്റഡ് ലൈഫ്, എറ്റേണൽ ലൈഫ്. എറ്റേണൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? എറ്റേണൽ ലൈഫ് എന്ന് കേൾക്കുമ്പോൾ മിസ്റ്റിക്കൽ സയൻസ് ഓർക്കേണ്ടത് ഏക സത്യദൈവമായ അങ്ങയും അങ്ങ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അപ്പം ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നിട്ടിരുന്ന വൃക്ഷത്തിന്റെ അകത്തെ ജീവൻ ഏതാണ്? എറ്റേണൽ ലൈഫ്. അപ്പൊ ആ എറ്റേണൽ ലൈഫിന്റെ പാർട്ടിസിപ്പന്റ് ആയിട്ട് ആദം മാറുമ്പോൾ ആദം ആരായി മാറുകയാണ്? വെയിലാറുമ്പോൾ അവന്റെ കൂടെ നടക്കാൻ വന്ന ദൈവവും അവനും കൂടെ ഒന്നായി മാറുകയാണ്. ഇനി പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധമല്ല, ദൈവവും അവന്റെ മകനുമായി ചേരുക എന്ന് പറഞ്ഞാൽ ഇനി ആദമും ദൈവവും രണ്ടല്ല, ആദമും ദൈവവും ഒന്നായിട്ട് ചലിക്കാൻ പോവാ. കാരണം ഈ അൺക്രിയേറ്റഡ് സ്പിരിറ്റിനകത്ത് വന്ന് ദൈവം വസിക്കാൻ പോകും എന്ന് പറഞ്ഞാൽ ഇനി ആദം ഭൂമിയിൽ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കാൻ പോകും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുരൂപനായി മാറുക. That was the ultimate purpose of God in the Garden of Eden. That's why God planted the tree of life. The tree of life is the tree of eternal life, uncreated life. Is a knowledge. It's another kind of knowledge. Another kind of knowledge. Listen, this is very important. ഏത് നോളജിലാണ് മനുഷ്യൻ വീണത്? നന്മയും തിന്മയുമുള്ള അറിവിൽ. ഏത് അറിവായിരുന്നു മനുഷ്യൻ പ്രാപിക്കേണ്ടത്? ഫാദറിനെ കുറിച്ചുള്ള അറിവ്. Saints, did you get me? എത്ര അറിവുണ്ട് ഏതെങ്കിലും? രണ്ടറിവ്. ഒന്ന് നന്മയും തിന്മയും അറിവ്, രണ്ട് പിതാവിനെ കുറിച്ചുള്ള അറിവ്. നന്മയും തിന്മയും കുറിച്ചുള്ള അറിവ് മരണഹേതുവായി ആഗണി കൊണ്ടുവന്നു. പിതാവിനെ കുറിച്ചുള്ള അറിവ് നിത്യജീവനെ കൊണ്ടുവന്നു, എറ്റേണൽ ലൈഫിലേക്ക് വരിക. ഈ എറ്റേണൽ ലൈഫിലേക്ക് വരുമ്പോൾ ആദം ഹവ്വ ആരായി മാറുക? ദൈവവുമായിട്ട് യുണൈറ്റഡ് ആകുക. ദാറ്റ് ഈസ് എ മിസ്റ്റിക്കൽ യൂണിയൻ. ദാറ്റ് ഈസ് എ എക്സ്പീരിയൻഷ്യൽ യൂണിയൻ. ദാറ്റ്സ് എ പാർട്ട് ഓഫ് മിസ്റ്റിസിസം. You are connected with God, connected with the Daddy God. Nobody can separate you. Do you believe that ആദം മരിച്ചു കാണോ? ആദം പാപം ചെയ്തില്ലായിരുന്നു, സ്റ്റിൽ ആദമിന് ഭൂമിയിൽ ജീവിച്ചിരിക്കുക. ആദമിന് ഇപ്പോൾ 6000 വയസ്സുണ്ട്. പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എങ്ങനെ ഇരുന്നേനെ? ഇന്ത്യ ഏതൻ പോലെ ഇരുന്നേനെ. നോ റിലീജിയൻ കാണും, ഇവിടെ ഒരു മതം കാണത്തില്ലായിരുന്നു. ദിസ് ഓൾ എർത്ത് ബി ലൈക്ക് ഹെവൻ. Hallelujah. I'm so excited. ഞാൻ മിസ്റ്റിസിസത്തിന്റെ കുറച്ച് പോയിന്റ്സ് മാത്രമേ പറഞ്ഞു തന്നെ. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് ആണ്, ഇറ്റ് എംഫസൈസ് ഓൺ എക്സ്പീരിയൻസ് ഓഫ് യൂണിയൻ വിത്ത് ഗോഡ്. ഇത് നിങ്ങൾ മറക്കരുത്, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ഞാനിപ്പോ ഈ തിയറി പറയുമ്പോഴും നിങ്ങളുടെ ഹാർട്ട് ഇരിക്കേണ്ടത് എനിക്ക് ദൈവത്തോട് കണക്ട് ആണ്. അത് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ പഠിപ്പിക്കുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആഫ്റ്റർ ദിസ് സെക്ഷൻ യു ഹാവ് ടു ഗോ ടു ദ ബെഡ്, ടേക്ക് ടൈം, സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്, ആൻഡ് യു ഹാവ് ടു ആസ്ക് ദ ലോർഡ്, ലോർഡ്, ഐ വാണ്ട് ടു ബി വിത്ത് യു.
അരമണിക്കൂർ ബോറിംഗ് പ്രാർത്ഥന നടത്തിയവർ 5 മണിക്കൂർ ബോറില്ലാതെ പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രയർ ടൈം കൂടാൻ പോവുക. വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. കൈൻഡ്ലി പ്രാക്ടീസ് എ മിസ്റ്റിക്കൽ ഫുഡ്. മിസ്റ്റിക്കൽ ഫുഡ് വേണം. ഈ എലൈജ വാസിനോ എലിയാവിന്റെ ഫുഡ് ഒരു മാതൃകയാണ്. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയുമായിട്ട് കാക്ക വരും. കാക്കയുടെ ചുണ്ടത്തെ അപ്പത്തിന്റെ വെയിറ്റ് എത്ര ആണ്? ചിലർക്ക് ഭയങ്കര വിഷമം തോന്നാൻ ചാൻസ് ഉണ്ട്. ഒരു കാക്കച്ചുണ്ടിൽ എത്ര കിലോ വെയിറ്റ്? അപ്പൊ പണ്ടൊരു തിയോളജി പറഞ്ഞു, അന്ന് 5 കിലോ മാംസം വരെ കൊണ്ടുപോകാൻ പറ്റിയ കാക്ക ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഈ ഫുഡിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി പറഞ്ഞു. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. ആ കാക്കയുടെ ചുണ്ടിൽ കൊണ്ടുവരുന്ന അപ്പം ഒരു മിസ്റ്റിക്കൽ ഫുഡുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ട് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല. മിസ്റ്റിക്കൽ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, മിസ്റ്റിക്കൽ ഫുഡുണ്ട്, മിസ്റ്റിക്കൽ ലൈഫ് സ്റ്റൈൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ എന്തായാലും തൽക്കാലം പോയി ഒരു വലിയ കോൺട്രോവേഴ്സ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഓൾറെഡി ഇതിലേക്കൊക്കെ പോകാം. If you practice it, intermittent fasting is good one. Don't think ഒരു mystic will not eat much. Amen. Every mystic has to practice to live with the word from the mouth of Father God. അതായിരുന്നു നമ്മുടെ കർത്താവായ യേശു എന്ന മിസ്റ്റിക് പഠിപ്പിച്ചത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും പ്രൊസീഡിംഗ് വേർഡ് കൊണ്ട് ജീവിക്കാൻ പറ്റും. യു പ്രാക്ടീസ് ഇറ്റ്, യുവർ സ്പിരിച്വാലിറ്റി വിൽ ബ്രൈറ്റ് ഔട്ട്. ഐ വോണ്ട് ടു ടെൽ യു വൺ തിങ്. If you are arranging your food, if you are arranging your food style, eating habit, your mind will be fresh, your brain will be more alert, your spirit will be more enlightened. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് the presence, practice eating food in a right way, fasting. I'm not telling abstaining all food, ella food in fasting. Take an intermittent fasting, stay with God, imagine that you are and God is one. Amen. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു. That is emotionally it will change your life. If something happen in your body, you are hugging somebody, that will change your body hormone system. Amen. But at the same time, if you just imagine that you are embracing your daddy God. യേശു ക്രിസ്തുവിനെ നിങ്ങൾ എംബ്രേസ് ചെയ്യുന്നതായിട്ട് ചിന്തിച്ചു നോക്കി. Embracing God. രണ്ടാമത്തെ ട്രൂത്ത് ഞാൻ പറയാം. The second truth of mystical life is mysticism highlights contemplation of God. Contemplation means ദൈവത്തെ ധ്യാനിക്കുക. അതായത് ദൈവത്തെ നമ്മുടെ ഇമാജിനേഷനിൽ കൊണ്ടുവന്ന് നമ്മൾ അവനെ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റിംഗ് ഗോഡ് മീൻസ് കണ്ടംപ്ലേഷൻ ആണ്. നമ്മൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ വിൽ പ്രീച്ച് അബൌട്ട് കണ്ടംപ്ലേറ്റിംഗ് പ്രയർ നമ്മൾ പഠിപ്പിക്കും. കണ്ടംപ്ലേഷൻ ഓഫ് ഗോഡ് മീൻസ് ധ്യാനം. സോ ദൈവത്തെ ധ്യാനിക്കുക. I want to ask you one question. സങ്കീർത്തനം 1 പറഞ്ഞു ന്യായപ്രമാണം ധ്യാനിക്കണം. ആമേൻ. ജോഷുവയുടെ പുസ്തകത്തിൽ ജോഷുവോട് പറഞ്ഞു, എന്റെ ന്യായപ്രമാണം നിന്റെ രാവും പകലും നിന്റെ നാവിൽ നിന്ന് നീങ്ങിപ്പോകരുത്, നീ അതിനെ രാപ്പകൽ ധ്യാനിക്കണം. അപ്പൊ ന്യായപ്രമാണം ധ്യാനിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ, അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്ക്, ഇത് നിങ്ങൾക്ക് ചലഞ്ചിങ് ആണ്. ഇസഹാക്ക് വെളിമ്പ്രദേശത്ത് ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്നൊരു വാക്യമുണ്ട്. എന്താണ് അദ്ദേഹം ധ്യാനിച്ചത്? മരുഭൂമിയിൽ വെളിമ്പ്രദേശത്ത് ഐസക് വാസ് കോണ്ടംപ്ലേറ്റിംഗ് ഓഫ് ഗോഡ്. ഹി വാസ് മെഡിറ്റേറ്റിംഗ് ഗോഡ്. There is no law there. There is no scripture is there. സങ്കീർത്തനമില്ല, ഉൽപ്പത്തിയില്ല, പുറപ്പാടുമില്ല, ലേവ്യ സംഖ്യ, ആവർത്തനം ഒന്നുമില്ല, ഒരു പുസ്തകമില്ല. അബ്രഹാമിന്റെ പുത്രൻ എന്താ ധ്യാനിച്ചത്? ധ്യാനിക്കാൻ എന്തുണ്ട്? ഒറ്റ കാര്യമുള്ളൂ, ഗോഡ്.
Can you meditate of God? A mystic is always meditating God. You know, the church, the religious people, we have actually, നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി, പ്രാർത്ഥിക്കുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. Is it right? ഇല്ലേ? പ്രാർത്ഥിക്കുന്ന കമ്മ്യൂണിറ്റി. പക്ഷേ mystical group is going to rise up a generation. They are going to meditate in God. സഹോദരങ്ങളെ, മെഡിറ്റേഷൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹഗത എന്ന വാക്കിന് അർത്ഥം അറിയുമോ? റോറിങ് ചെയ്യുക, അതായത് സിംഹം അലറുക എന്നാ. സിംഹം അലറുന്നത് വിശക്കുമ്പോഴല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പറയാം. സിംഹം ഒച്ച വെക്കുന്നത് തന്റെ ഇരകളെ പിടിക്കുന്നതിന് മുമ്പാണ്. ഇരയെ താൻ ഒറ്റ അലർച്ചയോടെ ഫ്രീസാക്കും, പിന്നെ അത് അനങ്ങത്തില്ല, പിന്നെ പോയി അതിനെ പിടിക്കുക എന്നുള്ളത്. ഈ സിംഹത്തിന്റെ അലറലിനെയാണ് ഹഗാദ എന്ന അല്ലെങ്കിൽ ഹഗാർ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ധ്യാനം, മെഡിറ്റേഷൻ. ഹഗാർ എന്ന് പറഞ്ഞാൽ സിംഹം മെഡിറ്റേറ്റ് ചെയ്തെന്ന. എന്തോ മെഡിറ്റേറ്റ് ചെയ്തു? തന്റെ ഇരയെ കൈവശപ്പെടുത്തിയെന്ന. സോ മെഡിറ്റേഷൻ ഈസ് ഒരാൾക്ക് ആവശ്യമുള്ളതിനെ കൈവശപ്പെടുത്തുക. ദാറ്റ് മീൻസ് ഇഫ് യു ആർ മെഡിറ്റേറ്റിംഗ് ഗോഡ്, യു ആർ ടേക്കിംഗ് ഗോഡ് ഫോർ യുവർ സെൽഫ്. ആമേൻ. മെഡിറ്റേറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഇരയായി സ്വീകരിക്കുക. You are going to eat God. You are going to be satisfied with God. You are going to drink God. You are going to fill your all beings with God. That is meditation. A mystic is always meditating about God. There's nothing in the world to meditate. Always focusing on God, talking with God, thinking about God, imagining God. Oh, hallelujah. 24 മണിക്കൂറും ദൈവം, എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ ദൈവം. Oh, my Father, my Jesus, my Holy Ghost. Thinking about God, thinking about God. They are contemplating on God. They are always meditating God. They are imagining God. They are craving for God. They are hungry for God. Listen to me, people of God. ഒരു കാവൽക്കാരൻ, not this point, ഒരു കാവൽക്കാരൻ സൂര്യന്റെ ഉദയം കാത്തിരിക്കുന്നതു പോലെ ഒരു ദൈവ പൈതൽ ദൈവം നിന്നിലേക്ക് വന്ന് അലിയാൻ കാത്തിരിക്കണം. പ്രഭാതം കാണാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ നിന്റെ ആത്മാവ് ദൈവത്തെ വന്നു ചേരാൻ, ദൈവവുമായി ഒന്നാകാൻ നീ വാഞ്ചിച്ച് കാത്തിരിക്കണം. നിന്റെ രാത്രികളെ നീ പകലാക്കണം. നിന്റെ പ്രാർത്ഥനാ സമയം ജൽപ്പനങ്ങളായി മാറരുത്. നിന്റെ പ്രാർത്ഥനാ സമയം ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്ന, thinking about God, singing about God, talking about God, അവനെ രസിക്കുന്ന മനോഹര നിമിഷങ്ങളായി നിങ്ങളുടെ ജീവിതം മാറും. The first mystic, ആ ഇൻട്രഡക്ഷൻ നമുക്ക് കാണുന്നത് ബുക്ക് ഓഫ് ജെനസിസിലാണ്. If you go to the Bible, just meditate all these things. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. Hear this message again and again and again and again. Just listen the voice of the Holy Spirit. Mystical union. Hallelujah. God wants to dwell in the heart of man. ആദാമേ, നിന്റെ അകത്ത് വസിക്കണം എനിക്ക്. I don't want a temple. Listen, I don't want a temple. എനിക്ക് ടെമ്പിൾ വേണ്ട. I want you. You are my temple. You know what is the greatest mystical statement that Jesus Christ said? ഈ മന്ദിരം പൊളിപ്പിൻ. Oh, glory to God. ഈ മന്ദിരം പൊളിപ്പിൻ. 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ വീണ്ടും പണിയാം. 3 ദിവസം കൊണ്ട് കർത്താവ് പണിത മന്ദിരമാണ് തന്റെ ശരീരം.
ഈ ശരീരമാണ് ദൈവത്തിന്റെ മന്ദിരം. ഈ ശരീരത്തിൽ വന്ന് വസിക്കാനാണ് ദൈവം ഏദനിൽ ആഗ്രഹിച്ചത്. അത് സാധ്യമാക്കാൻ വേണ്ടിയാണ് ജീവന്റെ വൃക്ഷഫലത്തെ നിർത്തിയത്. ആ ജീവന്റെ വൃക്ഷത്തിനകത്ത് അൺക്രിയേറ്റഡ് സ്പിരിറ്റ് ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫ് ഇവനിലേക്ക് വരുമ്പോൾ ഗോഡ് ക്യാൻ ഡ്വെൽ ഇൻ ദ മാൻ. ദാറ്റ് മീൻസ് ഗോഡ് ക്യാൻ ബി യുണൈറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്. It happened. യേശു കർത്താവിലേക്ക് നിങ്ങൾ വന്നപ്പോൾ, യേശു നിങ്ങളിലേക്ക് വന്നപ്പോൾ, നിങ്ങൾ ആ കുടുംബത്തിലേക്ക് ഇൻവൈറ്റഡ് ആയപ്പോ നിങ്ങൾ ആ വലിയ ദൈവവുമായിട്ട് യൂണിയനിലായി. സോ വി നീഡ് എ കോൺഷ്യസ്നെസ്. ടുഡേ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു, ജസ്റ്റ് പ്രാക്ടീസ് ദ കോൺഷ്യസ്നെസ് ഓഫ് ദ യൂണിയൻ. Consciousness of the union. Consciousness means you are not separated. I am telling you, brothers, നിങ്ങൾ ഒറ്റയ്ക്കല്ല. If I am honoring you, I am honoring God. If I am smiling at you, I am smiling at God. If I am helping you, I am helping God. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്താൽ ഞാൻ ദൈവത്തെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ താഴ്ത്തിയാൽ ഞാൻ ദൈവത്തെ താഴ്ത്തുന്നത്. കാരണം ഒരു മിസ്റ്റേക്ക് ഈസ് നോട്ട് എ സെപ്പറേറ്റഡ് വൺ. ഹി ഈസ് ദ വൺ ഹു ഈസ് ഓൾവേസ് വിത്ത് ഗോഡ്. ഈസ് എ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ. ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ പോവാ. നമ്മളിപ്പം നമ്മുടെ ഈ സൂമിലെ ക്യാമറ എല്ലാം മിക്കവാറും ഓണാണ്, ശബ്ദമെല്ലാം മ്യൂട്ടാണ്. ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് എല്ലാവരും അൺമ്യൂട്ട് ചെയ്താലും ശബ്ദം കാണത്തില്ല, ശബ്ദം ഇല്ലാതാവും. ഇതിനകത്ത് ഭയങ്കര സൈലൻസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു all the mystics are the people those who practice silence. സൈലൻസ്, നിങ്ങൾ ഒരുപാട് പേര് സൈലന്റ് ആകാൻ പോകും. പണ്ടത്തെ അച്ചായന്റെ ശബ്ദം കുറയുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ ഭാര്യ തന്നെ പറയും, ഇപ്പം പുള്ളിയുടെ ശബ്ദം ഒന്നും കേൾക്കാനില്ല, ഭയങ്കര സൈലന്റാണ്. ഗ്ലൂമി ആയതല്ല, അതൊരു വലിയ തിയോസിസ് ആണ്. ദൈവവുമായിട്ട് നിങ്ങൾ ഒന്നാവുന്ന. സത്യം പറയാം, നമ്മുടെ സ്പിരിച്വാലിറ്റി വളരുന്നതിന്റെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദവും നമ്മുടെ വാക്കുകളും കുറയും. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നവരാണ്, ഓർത്തോണം നമ്മുടെ സ്പിരിച്വാലിറ്റി വളർന്നിട്ടില്ല, ബേബി സ്റ്റേജിലാണ്. നമ്മുടെ വാക്കുകൾക്ക് പരിമിതി ഉണ്ടാവും. നമ്മുടെ വാക്കുകൾ അളന്ന് തൂക്കിയൊക്കെ കൊടുക്കുന്ന പോലെ ആവും. നമുക്കൊരു വെയിൻ കോൺവെർസേഷൻ പറ്റാതാവും. Because the mystical people will go to that condemnation. Condemnation ഞാൻ പഠിപ്പിക്കും കേട്ടോ. Condemnation prayer is there. അതുകൊണ്ട് ഞാൻ ആ സമയത്തേക്ക് അതിലേക്ക് വരാം. മൂന്നാമത്തത്, always they have a beautiful vision of God. ദൈവത്തെക്കുറിച്ച് ഭയങ്കര അതിമനോഹരം അവർണ്ണനീയമായ ഒരു വിഷൻ എല്ലാ മിസ്റ്റിക്സിനും ഉണ്ടാവും. അതായത് ഒരു മിസ്റ്റിക്സ് ഓൾവേസ് ടോക്ക് അബൌട്ട് ഗോഡ്. ഒരു മിസ്റ്റിക്സിന് എപ്പോഴും പറയാനുള്ള ദൈവത്തെക്കുറിച്ചായിരിക്കും. കാരണം അവൻ ഏറ്റവും കൂടുതൽ കോൺവെർസേഷൻ നടത്തുന്നത് ദൈവത്തോടാണ്. അവൻ ഏറ്റവും കൂടുതൽ ഇമാജിൻ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച്. ഞാൻ ഒരു കാര്യം ഉറക്കെ പറയാം, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ഇമാജിനേഷൻ നടത്തുന്നത് അത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. യു ആർ ഇമാജിനിങ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് അത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. So imagination is very important. So if you are always thinking about God, God will be there in your life all the time. So mystics in എപ്പോഴും ദൈവത്തെ കുറിച്ചൊരു അവർണ്ണനീയമായ വിഷൻ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്ന അവർണ്ണനീയമായ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ? They have a very very special and a beautiful vision about God. അതുപോലെ തന്നെ mystics is always divinization of the soul is the central. അതായത് divinization means he's a theosis. Theosis എന്ന് പറഞ്ഞാൽ ദൈവവും ഞാനും ഒന്നാണെന്ന് സോളിൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മുടെ ദേഹി പോലും ട്രാൻസ്ഫോം ആയ ഒരാളായിരിക്കും ഒരു മിസ്റ്റിക്. ഇതൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി നിർത്താൻ ആഗ്രഹിക്കും. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാൻ പോവാം. Mystics always used vivid terminology. അതായത് നമ്മുടെ ഈ the persons those who are always walking with God, talking with God, thinking about God, meditating God, അവനോട് ആ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്ന ഗോഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ
ഒരു 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 എന്താ പറയുന്നത്, ഒരു വൈകാരികത അകത്തുണ്ട്, സ്പിരിറ്റിൽ ഒരു വികാരം ഉണ്ടാവണം, ഒരു 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 ക്ലൈമാക്സ്, ഒരു ഇമോഷണൽ എവേക്കണിങ് ഉണ്ടാവും. ആ ആളുകൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ ടെർമിനോളജികളുണ്ട്. ടെർമിനോളജി എന്ന് പറയുമ്പോൾ ഇമോഷൻ ഇൻ ഗോഡ്, ഐ എം enthralling emotion in God, sublime perception of God, spiritual inebriation, infused love. ഒക്കെ ഇംഗ്ലീഷിലെ വലിയ വലിയ വാക്കുകളാണ്. ദൈവവുമായിട്ട് അകമഴിഞ്ഞ ബന്ധം, ആഴത്തിലെ ബന്ധം, അവർണ്ണനീയ ബന്ധം, അസീമമായ സ്നേഹം, ഇങ്ങനെ കുറച്ച് വാക്കുകൾ അറിയാതെ നമ്മുടെ നാവി വരും. അതൊരു സ്പെഷ്യൽ ടെർമിനോളജി, ബിക്കോസ് ദേ ആർ ഓൾവേസ് ഫോക്കസിങ് ഓൺ ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ തിയോളജി പറയാനോ വേദശാസ്ത്രം പഠിപ്പിക്കാനോ അല്ല നമ്മൾ ഈ ഗ്രൂപ്പിൽ വന്നേക്കുന്നത്. നമ്മൾ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം വന്നേക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യം നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്, അനുഭവം. ഒത്തിരി പഠിച്ചവരാണ്, ഇഷ്ടം പോലെ പഠിച്ചവരാണ്, നോട്ട് കെട്ട് ഇഷ്ടം പോലെ. എൻ്റെ കയ്യിൽ തന്നെ ഒരു 100 നോട്ട്സ് എങ്കിലും കാണും 10-30 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ. അതെല്ലാം അവിടെ ഇരിപ്പോണ്ട് ചെതലിന് ഞാൻ വെച്ചേക്കാം കൊടുക്കാൻ, അതെല്ലാം ചെതൽ കഴിച്ചോളൂ. I want God personally. I want to know God personally. എപ്പോഴും ഞാൻ യേശുവിനോട് പറയണ്ട, ലോർഡ്, ഐ വാണ്ട് യു അപ്പാർട്ട് ഫ്രം ദ ബൈബിൾ. എനിക്ക് ഈ ബൈബിൾ സിബിട്ട് അകത്തിട്ട് പൂട്ടുന്ന ദൈവത്തെ എനിക്ക് വേണ്ട. ഐ വാണ്ട് ടു ഓപ്പൺ അപ്പ് മൈ ബൈബിൾ. ഐ വാണ്ട് യൂസ് ദ സിബ്. ഞാൻ ഈ ബൈബിളിൽ സിബ് ഉപയോഗിക്കത്തില്ല. ഐ ഡോണ്ട് വാണ്ട് ടു, കർത്താവിനെ ലോക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഐ വാണ്ട് എ ഗോഡ് ഔട്ട്സൈഡ് ദ ബൈബിൾ. ബൈബിളിന്റെ പുറത്ത് എനിക്ക് ദൈവത്തെ അറിയണം. That's a terminology. Love. എപ്പോഴും ശ്രദ്ധിക്കണം, mystics always talk about God, and always love will be the result of every mystical people. ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും സ്നേഹമുള്ളവരായി മാറും. അത് ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം. You are going to love. True love. ഒന്നും പ്രതീക്ഷിക്കാത്ത 100% other-centered love. Agape love. A love with full of life. Full of life. The persons those who know Daddy God personally. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വിത്ത് ഫുൾ സാക്രിഫൈസ്, ഐ ജസ്റ്റ് ഞാനിത് ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ ദൈവം മുമ്പിലെടുത്ത് പ്രാർത്ഥിക്കാനും ദൈവത്തോട് സമയം ചെലവിടുമ്പോഴൊക്കെ ദൈവനോട് പറയാറുണ്ട്, നമ്മുടെ പ്രയത്നങ്ങളൊന്നും വൃഥാവാകത്തില്ല. ഇത് വലിയൊരു തലമുറയെ രംഗത്ത് കൊണ്ടുവരും. ഞാൻ വെറുതെ പറയല്ല, ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികൾ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നവരായി മാറും. നിങ്ങൾ ദൈവത്തെ അറിയും. നിങ്ങൾ പിതാവുമായിട്ട് ഒരുമിച്ചൊരു യാത്ര പോകും. So don't forget, Eden is the place where God started a mystical union with humanity. ഏതനാണ് അതിന്റെ തുടക്കം. So we need to know, if we want to know anything from the Lord, we need to go to the beginning. അതിന്റെ മുഴുവൻ ബിഗിനിങ്ങിൽ പോകുമ്പോൾ we can see that heaven is there, Father is there, Son is there, the Holy Ghost is there, humanity is there, God is willing to be immersed and union with the human being and be one. ആദമും ഹവ്വയും ഒന്നായതുപോലെ ദൈവത്തിന് കൊതി. ദൈവം കൊതിച്ചു പ്രിയരെ. സത്യം ഞാൻ പറയാം, ആദമും ഹവ്വയും ഇനി രണ്ടല്ല ഒന്നത്രേ എന്ന് പറയുമ്പോ അപ്പന്റെ ഹാർട്ട് ഇങ്ങനെ കൊതിച്ചിട്ട് പറഞ്ഞു കാണും, ഒരു ദിവസം ആദമും ദൈവവും രണ്ടല്ല, അവർ ഒന്നത്രേ എന്ന് പറയുന്ന ഒരു വാക്യം കൂടെ രചിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം കാത്തിരിക്കുകയായിരുന്നു. ആമേൻ. നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ എഴുതി വെക്കണം, ആദമും ഹവ്വയും ഇനി രണ്ടല്ല, അവർ ഒന്നത്രേ. തൊട്ട് താഴെ നിങ്ങൾ എഴുതി വെക്കണം, ജോൺ ലോറൻസ് തമ്മിൽ ഇനി രണ്ടല്ല, അവർ ഒരു ദേഹമത്രേ, ഒരാത്മാവത്രേ. Practice the presence of God. Practice this consciousness. Live with God. May the Lord richly bless you all. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുക. It's a glorious day. നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ എൻ്റർ ആകാനുള്ള ഒരു ചെറിയ തുടക്കം മാത്രമായത്. ഓരോ ഡീപ്പർ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇനിയും പോകണം. ഇനി വെറും 24 ക്ലാസ് കൂടെ ഉള്ളൂ. ഞാൻ ദൈവത്തോട് ചിന്തിക്കുന്ന, കർത്താവ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫിനിഷ് ദിസ് കോഴ്സ് വിതിൻ 25 days. ബട്ട് അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇച്ചിരി കൂടെ സമയം കൂടുതൽ എടുക്കണം. സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പോകും. നിങ്ങൾ ഈ ജസ്റ്റ് പ്രിപ്പയർഡ് എ നോട്ട്, കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്യുക. ടേക്ക് ഇറ്റ് as personal, private. Do not share this video to anybody. This is for you and you only. Listen the word, meditate the word,
ഹിയർ ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ, റിമെമ്പർ ദ മെസ്സേജസ് ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ, മെഡിറ്റേറ്റ് ഇറ്റ്. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ കുറിച്ചുള്ള വലിയ ചിത്രങ്ങൾ ഉണ്ടായി വരട്ടെ. മാറാത്ത വലിയ ഇമേജസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.